ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്. DMKയും SP-യും കഴിഞ്ഞ UDF വരാന്തയിലേക്ക് അടുക്കുന്നതിനിടയിൽ വങ്കനാട്ടിലെ വനിതാ കരുത്തിനൊപ്പം ചേർന്ന് തൃണമൂൽ കോൺഗ്രസിന്റെ മൂവർണ്ണക്കൊടി കീഴിൽ കേരളത്തിലേക്ക് എത്തിയതിനു പിന്നാലെ ഒരു മുഴം നീട്ടിയെറിയുകയാണ് PV അൻവർ. അയോഗ്യത മുന്നിൽ കണ്ട് അരങ്ങൊഴിഞ്ഞതിനു ശേഷം UDFന്റെ മുന്നിലേക്ക് ഒരു കൈ നീട്ടുന്നുണ്ട് മുൻ ഇടത് സഹയാത്രികൻ. ഞാനില്ലെങ്കിലും ഞാൻ പറയുന്ന ആൾ മതിയെന്ന കാലേക്കുട്ടി പറയുന്നത് ജയിക്കാൻ താൻ കൂടി വിചാരിക്കണമെന്ന മുന്നറിയിപ്പാണ്. 2026 എന്തു വന്നാലും ഭരണം ഉറപ്പിക്കണമെന്ന UDF ചിന്തകളിലേക്ക് മധുരവും കയ്പും ഒരുപോലെ ഒഴിച്ചു നൽകുകയാണ് അൻവർ. 6 മാസത്തിനിപ്പുറവും നിലമ്പൂരിൽ ചോപ്പ് പാറിയാൽ ഇപ്പറഞ്ഞതെല്ലാം പതിരായി പോകുമെന്ന ചിന്തയിലാണ് UDFന് സഭാ പിന്തുണ കൂടി ഉറപ്പാക്കി കൊടുക്കാൻ അൻവർ ശ്രമിക്കുന്നത്. ചോദ്യം ഇതാണ്, ട്രിക്ക് ക്ലിക്കാവും? ഞാൻ ഒരുപാട് പാപഭാരങ്ങൾ ചുമന്നാണ് നടക്കുന്നത്. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിനും അദ്ദേഹത്തിന്റെ കുടുംബത്തിനും അദ്ദേഹത്തിനുണ്ടായ മാനഹാനിക്ക് ഞാൻ കേരള സമൂഹത്തോട് മാപ്പ് ചോദിക്കുകയാണ്, ആത്മാർത്ഥമായി മാപ്പ് ചോദിക്കുകയാണ്. പിന്നെ എന്നോട് അഴിമതി ആരോപണം ഉന്നയിച്ചതിന്റെ പേരിൽ പൊതുമാപ്പ് പറഞ്ഞു. ഞാൻ തീർച്ചയായിട്ടും അത് സ്വീകരിക്കുന്നു. എനിക്ക് പുള്ളിയെ ഒരു സാംസ്കാരിക സിനിമാ നായകനൊക്കെ ആയിട്ട് എനിക്ക് പരിചയമുള്ളൂ. ബാപ്പുട്ടിയുടെ കാണുന്നില്ലല്ലോ. അപ്പോൾ പുള്ളി കഥ എഴുതുകയാണെന്ന് പറയും. കഥ എഴുതുന്നതിന് പെട്ടെന്ന് പുറത്തു വരില്ലല്ലോ. ഞാൻ ആരാണ്, ഞാൻ എന്താണെന്നൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. ഞാനിപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ എന്താണെന്ന് ഞാൻ തന്നെ പറയേണ്ട കാര്യമില്ല. ഇവിടെ ഞാനായാലും ജോയി ആയാലും ഞങ്ങൾ എല്ലാവരും ഒരുമിച്ചല്ലേ ഇപ്പം കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. നിലമ്പൂരിൽ മത്സരിക്കുമോ? ഞാൻ മത്സരിക്കുന്നില്ല. പിണറായിസത്തിനെതിരെയുള്ള അവസാനത്തെ ആണിയായി ഇത് മാറേണ്ടതുണ്ട്. അദ്ദേഹം പോകാൻ പോകുന്നത് DMKയിൽ പോവോ തൃണമൂൽ കോൺഗ്രസ് പോവോ തുടങ്ങിയ കുറേ ചോദ്യമുണ്ട്. എനിക്കതിൽ യാതൊരു സംശയവും ഒറ്റ ഉത്തരവേ ഉള്ളൂ. അതിന് അദ്ദേഹം UDFിലാണ് പോകുന്നത്. എന്തിനാണ് ഈ രാഷ്ട്രീയമായ ആത്മഹത്യയിലേക്ക് പോകുന്നത്? എന്ത് കാര്യം അത് പോകുന്നു? ചർച്ചയിൽ CPM-ൽ നിന്നും അഡ്വക്കേറ്റ് KS അരുൺകുമാർ, മുസ്ലിം ലീഗിൽ നിന്നും അഡ്വക്കേറ്റ് ഷിബു മീരാൻ, രാഷ്ട്രീയ നിരീക്ഷകരായി സണ്ണിക്കുട്ടി എബ്രഹാം, A സജീവൻ എന്നിവരാണ്. PV അൻവറേയും അല്പസമയത്തിനകം കുറച്ചു നേരത്തേക്ക് ചർച്ചയിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. ശ്രീ A സജീവൻ, കേൾക്കാമോ? കേൾക്കാം. ഇന്ന് വാർത്താ സമ്മേളനം, ഇന്ന് അൻവറിന്റെ ദിവസമായിരുന്നല്ലോ. രാജിക്ക് ശേഷം അൻവർ നടത്തിയ വാർത്താ സമ്മേളനം, തുടർന്ന് വിവിധ മാധ്യമങ്ങളിൽ നൽകിയ അഭിമുഖങ്ങൾ, ഇതിനൊക്കെ ശേഷം VD സതീശന്റെ ഒരു പ്രതികരണം വന്നിട്ടുണ്ട്. വാതിൽ തുറന്നിട്ടുമില്ല അടച്ചിട്ടുമില്ല. അപ്പോൾ PV അൻവറിന്റെ അടുത്ത വഴി എന്നുള്ളത് UDF ആണോ? എന്താണ് താങ്കൾക്ക് തോന്നുന്നത്? വാതിൽ തുറക്കാനുള്ള സാധ്യത എത്രത്തോളമാണ്? തീർച്ചയായിട്ടും അൻവർ അദ്ദേഹം തന്നെ പറഞ്ഞ പോലെ പിണറായിസം ഇല്ലാതാക്കാനായിട്ടുള്ള ശ്രമം, അതായത് അദ്ദേഹത്തിൻ്റെ മുഖ്യ ശത്രു പിണറായിയും CPM-ഉമാണ്, അതില്ലാതാക്കാനുള്ള ശ്രമമാണ് അദ്ദേഹം ഒന്നാമതായിട്ട് പറയുന്നത്. പക്ഷേ അതിനേക്കാളൊക്കെ അപ്പുറത്ത് നമ്മൾ പലപ്പോഴും പറഞ്ഞ പോലെ PV അൻവർ എന്ന് പറയുന്നത് നല്ല കച്ചവടക്കാരനാണ്. അദ്ദേഹം പശ്ചിമ ബംഗാളിൽ പോയിട്ട് കച്ചവടം ഏതാണ്ട് ഉറപ്പിച്ച് അച്ചാരം കൊടുത്ത് വന്നിട്ടുള്ള ഒരാളാണ്. അപ്പോൾ അദ്ദേഹത്തിന് ഒരു സാധ്യത, അതായത് തനിക്ക് ഇവിടെ കേരളത്തിൽ ഇനി ജയിക്കാൻ പറ്റിയില്ലെങ്കിൽ പോലും ഒരു സാധ്യത അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പുറത്തു വരുന്ന വാർത്ത. അത് വെച്ചുകൊണ്ട് അദ്ദേഹം ഇവിടെ UDFനെ രക്ഷിക്കാൻ ഞാനുണ്ട് എന്ന പഴയൊരു ഇതുണ്ട്, അടിയൻ ലച്ചിപ്പോ എന്ന് പറയുന്ന രീതിയിൽ. അങ്ങനെ അടിയൻ ലച്ചിപ്പോ എന്ന് പറഞ്ഞിട്ടാണ് അൻവർ നിൽക്കുന്നത്. പക്ഷേ അദ്ദേഹം കൊടുക്കുന്ന പായസത്തിൽ, വാഗ്ദാന പായസത്തിൽ അദ്ദേഹം കുറച്ച് പാഷാണം കൂടി കലർത്തുന്നുണ്ട്. അതായത് നിലമ്പൂരിൽ ഞാൻ മത്സരിക്കില്ല, പകരം VS ജോയ് മത്സരിക്കണം എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് ഒരാളെ കൂടി ശത്രുവായിട്ട് പിണറായി മാത്രമല്ല, അദ്ദേഹത്തിന് ശത്രുവായിട്ടുള്ളത് ഇപ്പോൾ ആര്യാടൻ ഷൗക്കത്ത് കൂടിയാണ്. ആര്യാടൻ ഷൗക്കത്തിനെ കുറിച്ചുള്ള ചോദ്യം താങ്കൾ പറഞ്ഞ പോലെ പല ഇൻ്റർവ്യൂവിലും പല ആളുകളും ചോദിച്ചു, ഷൗക്കത്തിനെ കുറിച്ച് താങ്കൾ ഇങ്ങനെ പരിഹാസ രൂപേണ പറഞ്ഞല്ലോ എന്ന് പറയുമ്പോൾ ഞാൻ അദ്ദേഹത്തെക്കുറിച്ച് നല്ലതല്ലേ പറഞ്ഞിട്ടുള്ളൂ. അദ്ദേഹം നല്ല എഴുത്തുകാരനാണ്, സിനിമക്കാരനാണ്. അങ്ങനെയൊക്കെയുള്ള ആളുകൾ ഓരോരുത്തർക്കും പറ്റുന്ന പണിയല്ലേ എടുക്കേണ്ടത് എന്ന് പറയുമ്പോൾ വളരെ വ്യക്തമാണല്ലോ. ആര്യാടൻ ഷൗക്കത്ത് നിലമ്പൂരിൽ രാഷ്ട്രീയ പണിയെടുക്കാൻ വരേണ്ട, MLA ആവാൻ വരേണ്ട എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഷൗക്കത്തിന് വേണ്ടി ഞാൻ പരമാവധി ശ്രമിക്കുന്നു പറയുന്നു. പക്ഷേ ജോയിയാണ് മത്സരിക്കുന്നതെങ്കിൽ 30,000 വോട്ട് ഷുവർ. അദ്ദേഹത്തിൻ്റെ ഭൂരിപക്ഷം 30,000-ആണ്.
പക്ഷേ ആര്യാടൻ്റെ കാര്യത്തിൽ അങ്ങനെ പറയാൻ പറ്റില്ല. എനിക്കൊരൊറ്റ വോട്ടല്ലേ ഉള്ളൂ, ആ നിലമ്പൂരിലല്ലല്ലോ എന്നും പറയുന്നത്. അതിൻ്റെ അർത്ഥം ആര്യാടൻ ഷൗക്കത്താണ് അവിടെ മത്സരിക്കുന്നതെങ്കിൽ അദ്ദേഹം അവിടെ ഏതാണ്ട് ഫിനിഷ് ചെയ്യും. ഇതാണ് അൻവറിൻ്റെ, ഞാൻ പറഞ്ഞ പോലെ നേരത്തെ പറഞ്ഞ പോലെ അൻവർ തൻ്റെ തട്ടകം തനിക്ക് നേരത്തെ DMK-യിൽ പോകാൻ പറ്റുമെങ്കിൽ അങ്ങനെ നോക്കി, അത് പറ്റുന്നില്ല വന്നു. UDF-ൻ്റെ ഭാഗമായിട്ട് കോൺഗ്രസിൽ ചേക്കേറാൻ പറ്റുമോ അങ്ങനെ നോക്കി, അപ്പോഴവിടെ ബൽറാം ഉൾപ്പെടെയുള്ള ആളുകളെല്ലാവരും കൂടി തടയുന്നൊരവസ്ഥ വന്നു. അത് കഴിഞ്ഞിട്ട് ലീഗിൻ്റെ ശ്രമം, അപ്പോൾ ലീഗിലും നേരിട്ട് എടുക്കുന്ന ഒരവസ്ഥ ഇല്ലാതായി. അവർക്കൊക്കെ അൻവറിനെ വേണം, CPM-നെ തല്ലാനായിട്ട് വടിയായിട്ട്. പക്ഷേ അങ്ങനെ നേരിട്ടെടുക്കുമ്പോഴുള്ള ഒരു കാര്യം സതീശൻ പറഞ്ഞ വളരെ കറക്റ്റാണ്. അത് വാതിൽ തുറന്നിട്ടില്ല എന്ന് പറയുമ്പോൾ തന്നെ, അല്ല അടച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ തന്നെ തുറന്നിട്ടുമില്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. കാരണം തുറന്നാൽ കോൺഗ്രസിനകത്ത് പ്രശ്നമാകുമെന്ന് സതീശൻ അറിയാം. കാരണം നേരത്തെ കോൺഗ്രസ്സുകാരനായിരുന്നല്ലോ അൻവർ. അദ്ദേഹം ആര്യാടൻ മുഹമ്മദ് ഉണ്ടായിരുന്ന കാലത്ത് അദ്ദേഹവുമായിട്ട് ഏറ്റുമുട്ടിക്കൊണ്ടിരുന്ന ആളാണ്. ആര്യാടൻ ജീവിച്ചിരുന്ന കാലത്ത് ഏറ്റുമുട്ടി ജയിക്കാൻ പറ്റിയില്ല. ആര്യാടിന് ശേഷം പിന്നീട് ഷൗക്കത്ത് മത്സരിച്ചപ്പോൾ ആണ് ഇദ്ദേഹം ഷൗക്കത്തിനെ തോൽപ്പിച്ചിട്ട് CPM-ൻ്റെ പിന്തുണ തേടിയിട്ട് ഷൗക്കത്തിനെ തോൽപ്പിക്കുന്നത്. അത് കഴിഞ്ഞ് പ്രകാശിനോട് അദ്ദേഹം ജയിച്ച് നാമമാത്രമായിട്ടുള്ള വോട്ടിനാണ്. അപ്പോൾ ഇങ്ങനെയുള്ളൊരവസ്ഥയിൽ അദ്ദേഹത്തിന് അറിയാം ഇനി അവിടെ മത്സരിച്ചാൽ പരാജയമായിരിക്കും. അപ്പോൾ അവിടെ മത്സരിക്കില്ല. അദ്ദേഹം തനിക്ക് വേണ്ട കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ വേണ്ടത് പശ്ചിമ ബംഗാൾ പോയിട്ട് നേടിയിട്ടുണ്ട്. കോൺഗ്രസ്സിനകത്ത് വന്നിട്ട് അല്ലെങ്കിൽ UDF-നകത്ത് വന്നിട്ട് സഹായിക്കാം, അടിയൻ ലച്ചിപ്പോം എന്ന് പറയും. പക്ഷേ അതേ സമയത്ത് തന്നെ ആര്യാടൻ ഷൗക്കത്തിനെ ഒരു ചവിട്ടിയിട്ട് അദ്ദേഹം ആര്യാടൻ അവിടെ നിലമ്പൂരിൽ നിന്നും ജയിക്കാൻ പാടില്ല എന്ന കൃത്യമായ ദൗത്യം കൂടി അൻവർ ഇതിലൂടെ നമുക്കിപ്പോൾ PV അൻവർ നമ്മോടൊപ്പമുണ്ട്. അദ്ദേഹത്തിൽ നിന്നും അല്പസമയം അദ്ദേഹത്തിന്റെ പ്രതികരണം കേൾക്കാം. ശ്രീ PV അൻവർ, നമ്മളിപ്പോൾ ചർച്ച തുടങ്ങുമ്പോൾ UDF-ലേക്ക് വാതിൽ തുറന്നിട്ടുമില്ല അടച്ചിട്ടുമില്ല എന്നാണല്ലോ നേരത്തെ VD സതീശൻ പറഞ്ഞത്. അപ്പോൾ വാതിൽ തുറക്കുമെന്നുള്ള പ്രതീക്ഷ തന്നെയാണോ താങ്കൾക്കുള്ളത്? പക്ഷേ അങ്ങനെയാണെങ്കിൽ ഇന്നിപ്പോൾ UDF-നകത്ത് കോൺഗ്രസിനകത്ത് ഒരു പ്രശ്നത്തിന് തുടക്കമിട്ട് കൊടുത്തിരിക്കുകയാണോ താങ്കൾ എന്നൊരു പ്രശ്നമുണ്ടല്ലോ. നിലമ്പൂരിൽ താങ്കളില്ല എന്ന് പറയുമ്പോഴും അവിടെ VS ജോയ് നിന്നാൽ പൂർണ്ണ പിന്തുണ എന്ന് പറയുകയും അവിടെ ആര്യാടൻ ഷൗക്കത്തിൻ്റെ കാര്യത്തിൽ അങ്ങനെയല്ല എന്ന് പറയുകയും ചെയ്യുമ്പോൾ അത് കോൺഗ്രസിനകത്ത് UDF-നകത്ത് തീരുമാനിക്കേണ്ട ഒരു കാര്യമാണ്. അതിൽ താങ്കൾ ഒരു നിലപാട് അങ്ങോട്ട് പറഞ്ഞു കൊടുക്കുമ്പോൾ അങ്ങനെ വേണം എന്ന് താങ്കൾ അവിടെ അങ്ങനെ ആവശ്യപ്പെടുമ്പോൾ അത് കോൺഗ്രസിനകത്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കില്ലേ? സ്മൃതി, ഞാൻ സ്മൃതി പറഞ്ഞത് ആ രീതിയിലല്ല പറഞ്ഞത്. ഞാനത് റിക്വസ്റ്റ് ചെയ്തതാണ്. UDF-ന് പരിഗണിക്കാൻ പറ്റുമെങ്കിൽ പരിഗണിക്കണം എന്നാണ് പറഞ്ഞത്. UDF തീരുമാനിക്കുന്ന ഏത് സ്ഥാനാർത്ഥിയാണെങ്കിലും ആ സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കാൻ എന്നാൽ കഴിയുന്ന, എന്നോടൊപ്പം നിൽക്കുന്ന ജനതയ്ക്ക് കഴിയുന്ന എല്ലാ പ്രവർത്തനവും ഞങ്ങൾ നടത്തും. ഒന്ന്, നമ്പർ 1. നമ്പർ 2, ഞാൻ പറഞ്ഞിരുന്നത് ജോയിയെ അവിടെ സ്ഥാനാർത്ഥിയാക്കുകയാണെങ്കിൽ 30,000-40,000 വോട്ടിന് വിജയിപ്പിക്കത്തക്ക രീതിയിലുള്ള രാഷ്ട്രീയ സാഹചര്യം അവിടെ ഉണ്ട്. അതുകൊണ്ട് കേരളത്തിൽ ഇതൊരു അവസാനത്തെ മിക്കവാറും ഉപതെരഞ്ഞെടുപ്പാവാം. ആ ഉപതെരഞ്ഞെടുപ്പാകുമ്പോൾ ഇതുവരെയുള്ള ഉപതെരഞ്ഞെടുപ്പുകളിൽ നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ UDF-ൻ്റെ സീറ്റുകളും LDF-ൻ്റെ സീറ്റുകളും നിലനിർത്തി പോകുന്നത്. ഇവിടെ LDF-ൻ്റെ ഒരു സീറ്റ് UDF പിടിച്ചെടുക്കുന്ന ഒരു രാഷ്ട്രീയമാണ് ഇവിടെ വരാൻ പോകുന്നത്. അപ്പോൾ അതിന് പ്രാധാന്യം അർഹിക്കുന്നുണ്ട്. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ ഈ സൂചിപ്പിച്ച ഷൗക്കത്തിൻ്റെ കാര്യം. ഷൗക്കത്താണെങ്കിൽ ഞാൻ പ്രവർത്തിക്കും, എന്നെ കൊണ്ട് കഴിയുന്ന പോലെ പ്രവർത്തിക്കും. പക്ഷേ അദ്ദേഹം ജയിക്കുമെന്നോ അല്ലെങ്കിൽ ഈ 30,000-40,000 വോട്ടിൻ്റെ പ്രവർത്തിക്കും, എന്താ സംശയം? UDF അങ്ങനെ തീരുമാനിച്ചാൽ. പക്ഷേ അദ്ദേഹം ജയിക്കുമെന്നോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് 30,000-40,000 വോട്ടിൻ്റെ ഭൂരിപക്ഷം ഉണ്ടാകുമെന്നോ എന്ന് എനിക്കതിൽ പറയാൻ കഴിയില്ല. എനിക്ക് പ്രവർത്തിക്കാനേ കഴിയൂ, എന്റെ ആളുകൾക്കും പ്രവർത്തിക്കാനേ കഴിയൂ. രാവിലെ പറഞ്ഞതിൽ നിന്നും അല്പം താങ്കൾ പിന്നീട് മാറ്റുകയാണ് എന്ന് പറഞ്ഞാൽ താങ്കൾ നിഷേധിക്കുമോ? രാവിലെ പറഞ്ഞത് അദ്ദേഹം ഒരു എഴുത്തുകാരനാണ്, കല്യാണങ്ങളിൽ പോലും കാണാത്ത ആളാണ് എന്ന് താങ്കൾ പറഞ്ഞിരുന്നു. ഇനിയിപ്പോൾ ആര്യാടൻ ഷൗക്കത്തുമായി PV അൻവറിനുള്ള വൈരം നാട്ടിൽ പാട്ടായ കാര്യമല്ലേ? എത്ര കാലം നിങ്ങൾക്കിടയിൽ ആ ഒരു ഏറ്റുമുട്ടൽ, വാക്തർക്കമൊക്കെ ഉണ്ടായിട്ടുള്ളതാണ്. അപ്പോൾ നമുക്കറിയാവുന്ന കാര്യമാണ്. അപ്പോൾ നിന്നാലും താങ്കൾ പിന്തുണയ്ക്കുമെന്നൊരു വസ്തു പറയുമ്പോഴും ആര്യാടൻ ഷൗക്കത്തിനെതിരായ താങ്കളുടെ വികാരം കൃത്യമായി വ്യക്തമാക്കി കഴിഞ്ഞു. അപ്പോൾ രാവിലെ പറഞ്ഞതിൽ നിന്നും അത് നിലപാടിപ്പോൾ മാറ്റുകയാണോ, അതോ രാവിലെ പറഞ്ഞത് മാധ്യമങ്ങൾക്ക് മനസ്സിലാകാതെ പോയതാണോ? അല്ല രാവിലെ ഞാൻ ഷൗക്കത്തിനെ കുറിച്ച് എന്താ പറഞ്ഞത്?
ഷൗക്കത്തിനെ കുറിച്ച് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു അദ്ദേഹം നല്ലൊരു കലാകാരനാണ്, നല്ലൊരു എഴുത്തുകാരനാണ്, അദ്ദേഹം കഥ എഴുതുകയാണ്, അദ്ദേഹം കഥ എഴുതാൻ പോയിക്കോട്ടെ. ആ നല്ല അർത്ഥത്തിലാണ് ഞാനത് സംസാരിച്ചിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഷൗക്കത്തിനെ നിർത്തിയാൽ ഞാൻ വോട്ട് ചെയ്യില്ലെന്നൊന്നും പറഞ്ഞിട്ടില്ല. അല്ല, അദ്ദേഹം രാഷ്ട്രീയത്തെക്കാളും സത്യത്തിൽ ഞാൻ അദ്ദേഹത്തിൻ്റെ കഴിവ് കണ്ടിട്ടുള്ളത് ഇത്തരത്തിലുള്ള സാംസ്കാരിക മേഖലയിലാണ്. അതുകൊണ്ട് സാംസ്കാരിക മേഖലയ്ക്ക് അങ്ങനെ ഒരാൾ നഷ്ടപ്പെടാതിരിക്കാനും അദ്ദേഹത്തിന് കൂടുതൽ കഴിവുകൾ തെളിയിക്കാനുള്ള മേഖല അതായതുകൊണ്ട് ഞാൻ അദ്ദേഹത്തിനുള്ള ഒരു ഇഷ്ടം കൊണ്ട് അത് പറഞ്ഞതേ ഉള്ളൂ. ഇനിയിപ്പോൾ UDF അദ്ദേഹത്തെ സ്ഥാനാർത്ഥിയാക്കിയാൽ സ്വാഭാവികമായിട്ടും UDF സ്ഥാനാർത്ഥിക്ക് നിരുപാധിക പിന്തുണ പ്രഖ്യാപിച്ച എനിക്ക് അതിനെ പിന്തുണയ്ക്കുകയല്ലാതെ സ്വാഭാവികമായിട്ടും അതിനെ പ്രവർത്തിക്കും. അത് തർക്കമില്ലാത്ത കാര്യമാണ്. താങ്കളുടെ മാപ്പ് സ്വീകരിച്ചിരിക്കുന്നു. ആ മാപ്പ് സ്വീകരിച്ചതിനപ്പുറം UDFുമായി എന്തെങ്കിലും ചർച്ചകൾ നടന്നോ? ഇല്ല, ശ്രുതി, നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് UDFുമായി ഒരു ചർച്ച, ഒരു പൊളിറ്റിക്കൽ ഡിസ്കഷൻ നടക്കണമെങ്കിൽ ഞങ്ങൾക്കൊരു പൊളിറ്റിക്കൽ പ്ലാറ്റ്ഫോം വേണം, അതിൻ്റെ പാർട്ടി വേണം. ഇതുവരെ ഒരു പൊളിറ്റിക്കൽ പ്ലാറ്റ്ഫോം ഉണ്ടായിട്ടില്ല. DMK നിങ്ങൾക്കറിയാതെ സോഷ്യൽ മൂവ്മെൻ്റ് ആയിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്പോൾ അതിൻ്റെ ഘട്ടത്തിലേക്ക് കിടക്കുകയാണ്. എൻ്റെ റെസിഗ്നേഷൻ ബഹുമാനപ്പെട്ട സ്പീക്കർ അത് സ്വീകരിച്ച് അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇൻഫർമേഷൻ കിട്ടിയാൽ ഞാൻ കൽക്കട്ടയിൽ പോവും, മമതാ ബാനർജിയെ കാണും, ഞാൻ പാർട്ടിയിൽ മെമ്പർഷിപ്പ് എടുക്കും. അപ്പോഴാണ് ഞാൻ പാർട്ടിയുടെ ഭാഗമാകുന്നത്. അങ്ങനെ പാർട്ടിയുടെ ഭാഗമായി കഴിഞ്ഞാൽ ഞങ്ങൾക്കുള്ളൊരു സെറ്റപ്പും ഇവിടെ ഈ സംസ്ഥാനത്ത് ഞങ്ങൾ ഉണ്ടാക്കി വെച്ച ആ ലീഡർഷിപ്പും ഇവരുമായി കൂടിയാലോചനകൾ നടത്തി ആ കൂടിയാലോചനകളുടെ ഫലമായിട്ട് ഈ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ ഞങ്ങൾക്ക് എന്ത് സംഭാവന ചെയ്യാൻ കഴിയും, പിണറായി സത്തെ താഴെ ഇറക്കാൻ ഇന്ന സംഭാവനകൾ ഞങ്ങൾക്ക് ചെയ്യാൻ കഴിയും, അതുകൊണ്ട് ഞങ്ങളെ കൂടി ഒന്ന് കൺസിഡർ ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു റിക്വസ്റ്റ് ഞാൻ കൊടുക്കണ്ടേ? ആ കൊടുക്കുമ്പോഴല്ലേ UDFന് അത് കൺസിഡർ ചെയ്യാനും ഡിസ്കസ് ചെയ്യാനും പറ്റുള്ളൂ. ആ സ്റ്റേജിലേക്ക് എത്തുന്നല്ലേ ഉള്ളൂ. എത്തുമ്പോൾ നമുക്ക് ആലോചിക്കാം. ശരി, താങ്കൾ പിതാവിനെ പോലെ കരുതിയ നേതാവ് എന്നാണ് താങ്കൾ പിണറായി വിജയനെ കുറിച്ച് മുൻപ് പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ ആ പിണറായി വിജയനാണ് ഇപ്പോൾ മുഖ്യ ശത്രു, അല്ലെങ്കിൽ പിണറായിസം, പിണറായി എങ്ങനെയാണോ പ്രവർത്തിക്കുന്നത് ആ രീതിക്കെതിരെയുള്ള പോരാട്ടം എന്നുള്ളതാണ് താങ്കൾ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷേ താങ്കളുടെ ഫൈറ്റിന് CPM-നകത്ത് നിന്ന് തന്നെ നേരത്തെ ഒരു മന്ത്രിമാരടക്കമുള്ളവരുടെ പിന്തുണയുണ്ടായിരുന്നെന്നും താങ്കളെ ഇതിലേക്ക് തള്ളിവിട്ട ചില ആളുകളുണ്ട്, പക്ഷേ അതിപ്പോൾ പറയുന്നില്ല എന്നും പറഞ്ഞു. താങ്കളെ അങ്ങനെ കുഴപ്പത്തിൽ ചാടിച്ചതാണോ CPM-ൽ ചിലർ, പ്രത്യേകിച്ച് P. ശശിക്കെതിരെ പ്രതികരിക്കുന്നതിൽ? അങ്ങനെ കുഴപ്പത്തിൽ ചാടിച്ചവർ ഇപ്പോൾ ഒളിച്ചിരിക്കുകയാണോ? അവരുടെ പേര് പുറത്തു വിടേണ്ടതല്ലേ? അങ്ങനെയാണെങ്കിൽ താങ്കളുടെ ഒരു സ്വഭാവം അനുസരിച്ച് താങ്കളത് പറയേണ്ടതാണ്. അല്ല, അതിൽ എന്നെ കുഴപ്പത്തിൽ ചാടിച്ചോ എന്ന് ചോദിച്ചാൽ അത് സ്വാഭാവികമായിട്ടും ഞാനത് കുഴപ്പത്തിൽ ചാടിയതായിട്ട് ഞാൻ കാണുന്നില്ല. കാരണം ഞാൻ പറഞ്ഞ വിഷയങ്ങൾ ഞാൻ അറിഞ്ഞ മുറക്ക് അത് പാർട്ടിയാണതിൽ നിലപാട് സ്വീകരിക്കേണ്ടിയിരുന്നത്. ഞാൻ അന്വേഷിച്ച് കണ്ടെത്തിയ കാര്യങ്ങളാണ് പാർട്ടി ലീഡർഷിപ്പിനോട് ഞാൻ സംസാരിച്ചത്. അവർക്കതിലൊന്നും ചെയ്യാൻ കഴിയില്ല, നിങ്ങൾ മുന്നോട്ട് പോകൂ, നിങ്ങളത് പുറത്തു പറയൂ, പാർട്ടി നിങ്ങളോടൊപ്പം, ഞങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ടാകും എന്നായിരുന്നു അവർ പറഞ്ഞിരുന്നത്. ആ ഫൈറ്റ് അങ്ങനെ മുന്നോട്ട് പോയത് നിങ്ങളൊക്കെ കണ്ടതാണ്. നിങ്ങളൊക്കെ അല്ല, ഞാൻ പറയട്ടെ, അപ്പോ ഞാൻ പറഞ്ഞു വരട്ടെ. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, അങ്ങനെ ആ ഫൈറ്റ് മുന്നോട്ട് പോയി ഒരു പ്രത്യേക ഘട്ടത്തിലെത്തുമ്പോൾ ഞാൻ ആർക്ക് വേണ്ടിയാണോ ഈ ഒരു ഘട്ടത്തിൽ ഈ പറയുന്ന മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ P. ശശിയും അജിത് കുമാറുമാണ് ഈ എല്ലാ വിഷയങ്ങൾക്കും, കേരളത്തിൻ്റെ രാഷ്ട്രീയ വിഷയങ്ങളിൽ, സാമൂഹിക വിഷയങ്ങളിൽ, പോലീസിൻ്റെ വിഷയങ്ങളിൽ ജനങ്ങളെ ആകെ ഈ പാർട്ടിക്കും മുന്നണിക്കും എതിരാക്കുന്ന നിലപാടുകളാണ്. ആ നിലപാടുകളിൽ നിന്ന് അവരെ ഇതിൽ നിന്ന് ഒഴിവാക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൽ മാറ്റം വരും. അതുകൊണ്ട് ഈ വിഷയങ്ങൾ പാർട്ടി കൈകാര്യം ചെയ്യണം എന്ന് ഞാൻ അവരോട് പറയുമ്പോഴാണ് അവർ നിസ്സഹായരായത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ പൊതുസമൂഹത്തിൽ പറയുന്നത്. പിന്നെ പെട്ടെന്ന് മുഖ്യമന്ത്രി തിരിയല്ലേ. ഞാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ പോയി കണ്ട് ഈ പരാതി കൊടുക്കുമ്പം ഒരു പക്ഷേ വേണമെങ്കിൽ അദ്ദേഹത്തിന് എന്നെ നിരുത്സാഹപ്പെടുത്താമായിരുന്നു. ഞാനെല്ലാം പറഞ്ഞു കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ പറഞ്ഞു, പത്രക്കാരുണ്ട് CM, ഞാൻ എന്ത് ചെയ്യണം? അതിനെന്താ നിങ്ങൾ പറഞ്ഞോ, നിങ്ങളൊന്ന് കരുതി പറയണം അൻവറെ, നീ ഒന്ന് സൂക്ഷിക്കണം എന്നെന്നോട് പറഞ്ഞിട്ടില്ല. ആ പറയുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് എന്താണ്, സ്വാഭാവികമായിട്ടും എൻ്റെ ഈ മുന്നേറ്റം മുഖ്യമന്ത്രിക്ക് ആശ്വാസം നൽകുന്നുണ്ട്, എനിക്ക് മുന്നോട്ട് പോകാനുള്ള ഗ്രീൻ സിഗ്നൽ തന്നെയാണിതെന്നാണ്. പക്ഷേ പെട്ടെന്ന് അത് കഴിഞ്ഞൊരു 3-4 ദിവസം കഴിയുമ്പോഴാണ് മുഖ്യമന്ത്രിയുടെ ഈ ഫേസ് മാറുന്നു, സ്വഭാവം മാറുന്നു. ഈ പറയുന്ന P. ശശി ഏറ്റവും വേണ്ടപ്പെട്ടവനാണ്, അദ്ദേഹത്തിനെതിരെയുള്ള അൻവർ പറഞ്ഞ എല്ലാ കാര്യങ്ങളും അവജ്ഞയോടെ തള്ളുന്നു.
ഇന്ത്യ കണ്ട നല്ല IPS ഓഫീസറാണ് അജിത് കുമാർ എന്ന് ശരി. പറയുന്നത്. ഞാൻ കള്ളനാണ് എന്ന ശരി, താങ്കൾ പിണറായി വിജയനുമായി ബന്ധപ്പെട്ട ഈ കാര്യം താങ്കൾ നേരത്തെയും പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷേ ഇപ്പോൾ താങ്കൾക്കൊപ്പം നിന്നിരുന്ന പാർട്ടിയിലെ ചില നേതാക്കൾ പിന്നീട് പിന്നാക്കം പോയി. താങ്കളെ ഇതിലേക്കൊക്കെ വലിച്ചിട്ട് താങ്കളെ കൊണ്ടെല്ലാം പരസ്യമായി പറയിപ്പിച്ചിട്ട് അവർ പിന്നാക്കം പോയി. അപ്പോൾ ആ പേരുകൾ പറയേണ്ടതല്ലേ യഥാർത്ഥത്തിൽ? ഇപ്പോൾ താങ്കൾ ഇല്ലല്ലോ, LDFനുമായി സഹകരിക്കുന്നില്ലല്ലോ, താങ്കൾ പുറത്തു വന്നല്ലോ. ഇപ്പോൾ താങ്കൾ സ്വതന്ത്രനാണ് എല്ലാ അർത്ഥത്തിലും. അതിൽ എനിക്ക് പറഞ്ഞത് കൊണ്ടായിട്ട് അതുകൊണ്ടൊരു പ്രത്യേക നേട്ടമൊന്നും വരാൻ പോകുന്നില്ല. പക്ഷേ ആ മനുഷ്യരെ സംബന്ധിച്ച് 10 എന്താ പറയുക 25-50 കൊല്ലത്തെ അവരുടെ രാഷ്ട്രീയ അധ്വാനം എൻ്റെ ഒരു വാക്കുകൊണ്ട് അത് ഇല്ലായ്മ ചെയ്യാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ശരി, അവർക്ക് പിന്നെ എന്നെ പിന്തുണയ്ക്കാൻ കഴിയാതിരുന്നത് അവരുടെ ശേഷിക്കുറവാണ്. ശരി, ആ ശേഷിക്കുറവിനെ ഞാനത് എന്താ പറയുക മാനുഷികമായി കൺസിഡർ ചെയ്യുന്നു, അത്രേ ഉള്ളൂ. ശരി, ശ്രീ പി അൻവർ, അധികം ഞാൻ നീട്ടുന്നില്ല. ഒരു ചോദ്യം, താങ്കൾ ഈ പറയുന്ന കാര്യങ്ങൾ, താങ്കൾ ഉന്നയിച്ച വിഷയങ്ങൾ CPMുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ P ശശിയുമായി ബന്ധപ്പെട്ട് പിണറായി വിജയനുമായി ബന്ധപ്പെട്ട് വളരെ ഗൗരവത്തിലുള്ള കുറേ കാര്യങ്ങൾ പുറത്തേക്ക് പറഞ്ഞു. പക്ഷേ അണികളിൽ CPMലെ പ്രധാനപ്പെട്ട നേതാക്കൾ അല്ലെങ്കിൽ പ്രധാനപ്പെട്ടതും വേണ്ട ഏതെങ്കിലും നേതാക്കൾ അതിൻ്റെ ഒരു സ്വാധീനം ചെലുത്താനായോ? ആരെങ്കിലും ഒരാളെ താങ്കൾക്ക് കൂടെ കൊണ്ടുവരാനായോ? അപ്പോൾ അത് ഒരു തരത്തിലും അവിടെ ഏശിയിട്ടില്ല എന്നതിൻ്റെ ഒരു സൂചന കൂടിയല്ലേ? ഞാൻ പറഞ്ഞ ഇത്രയും വലിയ നേതാക്കൾക്ക് അതിന് ശേഷിയില്ല. പിന്നെ ഈ പറയുന്ന ഈ ഏരിയ സെക്രട്ടറിമാരും ലോക്കൽ സെക്രട്ടറിമാരും അവർക്കതിന് ശേഷി ഉണ്ടാവുമോ? പക്ഷേ ശേഷിയില്ലൊരു വിഭാഗം CPMലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലുണ്ട്. അവർ യഥാർത്ഥത്തിൽ ആ പാർട്ടിയെ സ്നേഹിക്കുന്ന യഥാർത്ഥ സഖാക്കളാണ്. അവരുടെ ജീവൻ കൊടുത്ത് ആ പാർട്ടിയെ നിലനിർത്താൻ ആഗ്രഹിക്കുന്ന സഖാക്കളാണ്. അവർ ലക്ഷോപലക്ഷം വരുന്ന വോട്ടർമാരാണ്. ആ വോട്ടിൻ്റെ റിഫ്ലക്ഷൻ ഇവിടെ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ കാണും. അത് നമ്മൾ വയനാട്ടിൽ കണ്ടു, അതൊരു പക്ഷേ അങ്ങനെ വിലയിരുത്തപ്പെടില്ല. അത് പാലക്കാട് കണ്ടു, അത് ചേലക്കരയിൽ കണ്ടു, ഇനി അത് അതിലേറെ ശക്തമായി നിലമ്പൂരിൽ കാണാൻ പോകുന്നു. അത് കഴിയുമ്പം അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കാണാൻ പോകുന്നു. ഇതിൻ്റെ ഒരു റിഫ്ലക്ഷൻ, ഇതിൻ്റെ റിയാക്ഷൻ എന്ന് പറയുന്നത് ആ വോട്ടാണ്. മറ്റുള്ളവർ നിസ്സഹായരാണ്, അല്ലെങ്കിൽ അവർ ശേഷിയില്ലാത്തവരാണ്. ശരി, അത് നമ്മൾ അങ്ങനെ ആ വിഷയത്തെ കാണാൻ കഴിയുള്ളൂ. ശരി, ഇനിയിപ്പോൾ താങ്കൾ നിലമ്പൂരിൽ സ്ഥാനാർത്ഥിയാകില്ല എന്ന് പറയുന്നത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പറയുന്ന ഒരു കാര്യമായിട്ട് കാണേണ്ടതുണ്ടോ? നാളെ ഒരുപക്ഷെ UDF സ്ഥാനാർത്ഥിയായി വരേണ്ട ഒരു സാഹചര്യം നിലമൊരുങ്ങിയാൽ താങ്കൾ വീണ്ടും നിലമ്പൂരിൽ മത്സരിക്കുമോ? അല്ല, അങ്ങനെയൊന്നും നിലമൊരുങ്ങില്ലല്ലോ. നമ്മളിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ഇങ്ങനെ ഒരു മൂവ്മെൻറ്റുമായി പരമാവധി സമയം കേരളത്തിലെ മലയോര മേഖലയിലെയും അതുപോലെ തന്നെ സാമൂഹ്യ മേഖലയിലെയും സംഘടനകളെയും ആളുകളെയും ജനങ്ങളെയും ഒക്കെ സംഘടിപ്പിച്ച് ഇതിനെ സ്വരൂപിച്ചുകൊണ്ട് UDFന് അനുകൂലമായ ഒരു വോട്ട് ബാങ്ക് ആക്കി ചിതറിക്കിടക്കുന്ന ഈ വോട്ടുകൾ അതിനെ സ്വരൂപിക്കാനുള്ള ഒരു പരിശ്രമത്തിന്റെ ഭാഗമായിട്ടുള്ള യാത്രകളാണ് ഇനി മുന്നോട്ടുള്ളത്. ശരി, അപ്പോൾ ആദ്യം ഇനി കാണാൻ പോകുന്നത് ഒരു രാജ്യസഭാ MP ആയിട്ടാണ് PV അൻവറിനെ, അല്ലേ? അതിപ്പോൾ ഈ എന്താ പറയുക സ്മൃതി, ഇപ്പോൾ ഈ പറയുന്ന ഈ രാജിവെച്ച അതിൻ്റെ ഒരു വാല്യൂ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങളെല്ലാവരും കൂടി ഡെവലപ്പ് ചെയ്തൊരു കാര്യത്തിലപ്പുറം എനിക്കതൊന്നും തോന്നുന്നില്ല. ഞാൻ അങ്ങനത്തെ ഒന്നും ഒരു ചിന്തയോ അല്ലെങ്കിൽ അങ്ങനത്തെ താല്പര്യവുമായിട്ടല്ല ഇതിനെ ഇറങ്ങി തിരിച്ചത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നമുക്ക് നോക്കാം. ഏതായാലും മമതയുമായി എന്നാണ് കൂടിക്കാഴ്ച? മമത എന്നാണ് കേരളത്തിലേക്ക് വരുന്നത്? എന്തെങ്കിലും ഡേറ്റുകൾ വ്യക്തമാക്കിയിട്ടുണ്ടോ? ഇല്ല, മമത എന്തായാലും ഒരു 2 മാസത്തിൽ ഞങ്ങൾ സംഘടനാ സംവിധാനം ഒരു ഏകദേശം രൂപമായതിനു ശേഷം മാത്രമേ ദീദി കേരളത്തിലേക്ക് വരികയുള്ളൂ. അതിൻ്റെ മുമ്പ് ഈ പറയുന്ന ഉത്തരവാദിത്തപ്പെട്ട ലീഡർഷിപ്പ് പല ഘട്ടങ്ങളിലായിട്ട് വരികയും ഇവിടുത്തെ നമ്മുടെ മുന്നോട്ട് പോക്കിന് വേണ്ടിയിട്ടുള്ള ഗൈഡൻസും കാര്യങ്ങൾ തരികയും പ്രവർത്തക യോഗങ്ങളിലൊക്കെ സംസാരിക്കാൻ, ചിലപ്പോൾ പബ്ലിക് മീറ്റിങ്ങിലൊക്കെ സംസാരിക്കാനും സാധ്യതയുണ്ട്. വളരെ നന്ദി ശ്രീ PV അൻവർ. അരുൺകുമാർ, PV അൻവറിന്റെ പുതിയ നീക്കത്തെ എങ്ങനെയാണ് CPM കാണുന്നത്? എങ്ങനെയായാലും UDFിലേക്കല്ലേ എന്നാണ് MV ഗോവിന്ദൻ പറഞ്ഞത്. ആത്മഹത്യാപരമായ നീക്കം എന്നാണ് AK ബാലൻ വിശേഷിപ്പിച്ചത്. രണ്ടും ശരിയാണ്. ഈ ഘട്ടത്തിൽ UDFിലേക്ക് പോകാൻ അദ്ദേഹം നടത്തുന്ന ശ്രമം ആത്മഹത്യാതരം തന്നെയാണ്. ഈ ചർച്ചയുടെ ഹെഡിങ് എന്ന രൂപത്തിൽ ഈ ട്രിക്ക് ക്ലിക്ക് ചെയ്യുമെന്ന് ചോദിച്ചാൽ ഒരിക്കലും ക്ലിക്ക് ചെയ്യില്ല. ഈ ട്രിക്ക് അമ്പേ പരാജയപ്പെടും എന്ന് തന്നെയാണ് പ്രാഥമികമായിട്ട് പറയാനുള്ളത്. LDFിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹം നിൽക്കുമ്പോൾ മാന്യമായിട്ടുള്ള പരിഗണനയും അംഗീകാരവും അദ്ദേഹത്തിനുണ്ടായിരുന്നു. വലതുപക്ഷവും അതുപോലെ തന്നെ മാധ്യമങ്ങളും അദ്ദേഹത്തെ
ഏറ്റവും ക്രൂരമായി ആക്രമിച്ചുകൊണ്ടിരുന്ന ഒരു ഭൂതകാലം അദ്ദേഹത്തിനുണ്ടായിരുന്നു. ദക്ഷിണാഫ്രിക്കയിൽ അദ്ദേഹത്തിന്റെ ജോലിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോയപ്പോൾ തുടർച്ചയായി നിയമസഭയിൽ ഹാജരാകാതെ വന്നപ്പോൾ അദ്ദേഹത്തിനെതിരെ നിരവധി ആരോപണങ്ങളാണ് വലതുപക്ഷം ഉന്നയിച്ചത്, പ്രത്യേകിച്ച് മാധ്യമങ്ങളടക്കം ഉന്നയിച്ചത്. അതുപോലെ തന്നെ തടയണ കെട്ടി അത് പൊളിക്കാൻ സമ്മതിക്കാതെ വരുന്നത്, ആദിവാസികൾക്ക് ഉള്ള ഭൂമി വിതരണത്തിൽ തടസ്സപ്പെടുത്തി, ഭൂമി കയ്യേറി, അതുപോലെ അവർക്കുള്ള കുടിവെള്ള വിതരണം തടസ്സപ്പെടുത്തി, നിരവധി ആരോപണങ്ങൾ അദ്ദേഹത്തിനെതിരെ പൊതുസമൂഹത്തിൽ ഉയർന്നു വന്നു. ആ സമയത്തെല്ലാം വസ്തുതാപരമായിട്ടുള്ള കാര്യങ്ങൾ പുറത്തു കൊണ്ടുവരാനും അദ്ദേഹത്തെ ആക്രമിക്കാനും തകർക്കാനുമുള്ള നീക്കത്തെയെല്ലാം അതിശക്തമായി ചെറുക്കാൻ ഇടതുപക്ഷം നടത്തിയ ഇടപെടലുകൾ നമ്മുടെ മുന്നിലുണ്ട്. വളരെ കുറച്ചു കാലം പുറകിലേക്ക് നോക്കിയാൽ മതി. പിന്നീട് ഓഗസ്റ്റ് മാസം 20-നാണ് അദ്ദേഹം ആദ്യ ആരോപണവുമായിട്ട് മലപ്പുറം SP-ക്കെതിരെ ഒരു ആരോപണവുമായിട്ട് രംഗത്ത് വന്നത്. പിന്നെ തുടർച്ച IPS അസോസിയേഷൻ അതിനെതിരെ പ്രതികരിക്കുന്ന സാഹചര്യമുണ്ടായി. സുജിത് ദാസ് എന്ന പോലീസ് ഉദ്യോഗസ്ഥനുമായി അദ്ദേഹം നടത്തിയ ഫോൺ സംഭാഷണം പുറത്തുവിട്ടു. അതുപോലെ തന്നെ ADGP അജിത് കുമാറുമായി ബന്ധപ്പെട്ടുള്ള ആരോപണങ്ങൾ വന്നു. പിന്നെ 175 ദിവസം തുടർച്ചയായി ആരോപണം, പ്രത്യാക്രമണങ്ങൾ, അതുപോലെ തന്നെ അതിന് മറുപടി. അതിനിടയിൽ കോൺഗ്രസിൽ ചേരാൻ ശ്രമിക്കുന്നു, ലീഗിൽ പിണറായിയോട് പറയുന്നു, പാർട്ടിയോട് പറയുന്നു, പാർട്ടി സെക്രട്ടറി പറയുന്നു, ഗൗരവത്തിലുള്ള ആരോപണങ്ങളാണ് അൻവർ ഉന്നയിച്ചതെന്ന് പാർട്ടി സെക്രട്ടറി പറയുന്നു. അല്ല, ഞാൻ പറയാം, എനിക്കറിയാലോ പറയാൻ. 17 മിനിറ്റ് ഇപ്പൊ അദ്ദേഹം പറഞ്ഞടക്കം കേട്ടിട്ടാണല്ലോ ഇരിക്കുന്നത്. ഞാൻ ഏത് വരിയും അതുപോലെ തന്നെ ഏത് നിരയിലും പറയണമെന്ന് ഞാനല്ലേ തീരുമാനിക്കുന്നത്. അതിനുശേഷം അദ്ദേഹം EN മോഹൻദാസ് എന്ന് പറയുന്ന മലപ്പുറത്തെ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറിക്കെതിരെ വസ്തുതാ വിരുദ്ധമായിട്ടുള്ള ആരോപണം ഉന്നയിച്ചു. ശ്രീ മുഹമ്മദ് റിയാസിനെതിരെ വിരുദ്ധമായിട്ടുള്ള ആരോപണം ഉന്നയിച്ചു. അതിനുശേഷം അദ്ദേഹം മുഖ്യമന്ത്രിയെ കേന്ദ്രീകരിച്ചു. അദ്ദേഹത്തോട് പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് തന്നെ ആവശ്യപ്പെട്ടു, നിങ്ങൾ ഒരു റിട്ടേൺ കംപ്ലൈന്റ് തന്നിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് പരിശോധിക്കും. അതുപോലെ അദ്ദേഹത്തിന്റെ പരാതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഗവൺമെന്റ് അന്വേഷണം നടത്തുകയാണ്. വസ്തുതാവിരുദ്ധമായിട്ടുള്ള ആരോപണങ്ങൾ പൊതുമണ്ഡലത്തിൽ ഉന്നയിച്ചുകൊണ്ട് പ്രതിസന്ധി സൃഷ്ടിക്കരുതെന്ന് സെക്രട്ടേറിയറ്റ് ആവശ്യപ്പെട്ടു. അതിന്റെ ഭാഗമായി അദ്ദേഹം സെക്രട്ടേറിയറ്റിന്റെ തീരുമാനം അംഗീകരിച്ചുകൊണ്ട് ഇനി അത്തരത്തിലൊരു ആരോപണം ഉന്നയിക്കില്ല, ഗവൺമെന്റ് സംവിധാനം അന്വേഷിക്കട്ടെ, പാർട്ടിയുടെ മുന്നിൽ കിട്ടുന്ന പരാതി പാർട്ടി അന്വേഷിക്കട്ടെ എന്ന് പറഞ്ഞ് സമ്മതിച്ചതാണ്. അതിനുശേഷം പാർട്ടി സംസ്ഥാന സെക്രട്ടറി അദ്ദേഹത്തെ വിളിച്ചു, തിരുവനന്തപുരത്തേക്ക് വരണം, ആ പരാതിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. അദ്ദേഹം പറഞ്ഞു 2 ദിവസം കഴിഞ്ഞിട്ട് ഒക്ടോബർ മാസം 2-ാം തീയതി തിരുവനന്തപുരത്തേക്ക് വരും, നമുക്ക് അതിനുശേഷം നേരിട്ട് കാണാം, സംസാരിക്കാം എന്നെല്ലാം പറഞ്ഞു. അങ്ങനെ പറഞ്ഞയാള് 2 ദിവസം മുമ്പേ തന്നെ നിരവധി ആരോപണങ്ങളുമായിട്ട് രംഗത്ത് വരുന്ന സാഹചര്യമാണുള്ളത്. ഞാനൊന്ന് ചോദിക്കട്ടെ, അദ്ദേഹം ഉന്നയിച്ച ഏത് ആരോപണങ്ങളാണ് പൊതുമണ്ഡലത്തിൽ നിലനിൽക്കുന്നത്? വസ്തുതാപരമായി അദ്ദേഹം ഉന്നയിച്ചു എന്ന് അദ്ദേഹം അവകാശപ്പെടുന്ന കാര്യത്തിന് ഏത് കാര്യത്തിനാണ് അദ്ദേഹം തെളിവ് ഹാജരാക്കിയത്? സരൺകുമാർ, അജിത് കുമാറിന് ക്ലീൻ ചിറ്റ് നൽകിക്കൊണ്ടുള്ള റിപ്പോർട്ട് ഇപ്പോൾ വിജിലൻസ് ഡയറക്ടർ തിരിച്ചയച്ചിരിക്കുകയാണ്. ഒന്നുകൂടി പരിശോധിച്ച് അന്വേഷണം നടത്തി കൊണ്ടുവരാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോഴോ? ഞാൻ ചോദിക്കാം, അതിലേക്ക് വരാമെന്ന്. മലപ്പുറം SP-യുടെ ക്യാമ്പസുമായി ബന്ധപ്പെട്ടുകൊണ്ട് മരം മുറിച്ചതിൽ തുടങ്ങിയതല്ലേ? അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുൻകൂർ അനുമതിയോടെ നിയമപരമായി ചെയ്യേണ്ട കാര്യങ്ങൾ മാത്രമേ അവിടെ നടന്നിട്ടുള്ളൂ എന്ന് ബോധ്യപ്പെട്ടു. അതുപോലെ തന്നെ അജിത് കുമാറുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹം ഉന്നയിച്ച ആരോപണങ്ങൾ, അത് ഏത് ഉദ്യോഗസ്ഥനെതിരെ ആരോപണം വന്നാലും പ്രഥമ ദൃഷ്ട്യ അന്വേഷണം നടത്തി തെളിവുകൾ ഉണ്ടെങ്കിൽ മാത്രമേ ഒരു ഗവൺമെന്റ് ജീവനക്കാരനെതിരെ, പ്രത്യേകിച്ച് പദവികൾ വഹിക്കുന്ന ആളുകൾ, ആ സർവീസ് റൂൾ അനുസരിച്ച് പോകാൻ കഴിയൂ എന്ന് നമ്മുടെ മുന്നിൽ പകൽ പോലെ വ്യക്തമല്ലേ? അതനുസരിച്ചിട്ടല്ലേ ഗവൺമെന്റ് മുന്നോട്ട് പോയത്? അദ്ദേഹത്തിന്റെ ഫോൺ സംഭാഷണം, അദ്ദേഹം തന്നെ വിളിച്ച് നടത്തുന്ന ഫോൺ സംഭാഷണത്തിന്റെ ലീക്കേജ് വന്നു. ആ ഉദ്യോഗസ്ഥനെതിരെ അന്ന് തന്നെ നടപടി എടുത്തില്ലേ? ഗവൺമെന്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചെയ്യാൻ കഴിയുന്ന മുഴുവൻ കാര്യങ്ങളും ചെയ്തു, അന്വേഷണം നടത്തി, അതിന്റെ ഭാഗമായിട്ട് തുടർ നടപടികളുമായിട്ട് മുന്നോട്ട് പോയി. പാർട്ടിയുടെ മുന്നിൽ വന്ന പരാതി പരിശോധിക്കാൻ പാർട്ടി അദ്ദേഹത്തെ തന്നെ വിളിച്ചു വരുത്തി വരാമെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം വരാതെ വസ്തുതാവിരുദ്ധമായിട്ടുള്ള ആരോപണങ്ങൾ നിരവധി ഉന്നയിച്ചു. എന്നിട്ട് പറഞ്ഞു, ചില MLA-മാർ ഇടതുപക്ഷത്തുനിന്ന് എന്റെ കൂടെ വരാൻ പോകുന്നു. ഏത് MLA പോയേ? അതിനുശേഷം നിലമ്പൂരിലെ CPM പ്രവർത്തകർ, 100 കണക്കിന് 1000 പ്രവർത്തകർ എൻ്റെ ഒപ്പം വരാൻ പോകുന്നു. ഒരാൾ പോയോ? ഏതെങ്കിലും CPM-ന്റെ ഒരംഗം അദ്ദേഹത്തിന്റെ കൂടെ പോയോ? ലോക്കൽ കമ്മിറ്റി, ഏരിയ കമ്മിറ്റി, ജില്ലാ കമ്മിറ്റി എല്ലാം എൻ്റെ കൂടെ ഉണ്ടാകുമെന്നല്ലേ അദ്ദേഹം പറഞ്ഞത്? ഒരാൾ പോലും പോയില്ല. അതിനുശേഷം സ്വന്തം ആളെ കൂട്ടാൻ കുടുംബത്തിലെ ആളുകളെയും സിനിമാ പിന്നണി പ്രവർത്തകരെയും എല്ലാം കൊണ്ടുവന്നത് നമുക്ക് കണ്ടില്ലേ? ഗുരുവായൂർ അമ്പലനടയിലെ ഷൂട്ടിങ്ങിന് ഞങ്ങൾ പോയിട്ടുണ്ട്, ആ സീരിയലിന്റെ ഷൂട്ടിങ്ങിന് പോയിട്ടുണ്ട്, ഈ സീരിയലിന്റെ ഷൂട്ടിങ്ങിന് പോയിട്ടുണ്ട്. ഈ പരിപാടി എന്തെന്ന് ഞങ്ങൾക്കറിയില്ലെന്ന് ആ പിന്നണി ഗായകർ പറയുന്ന സാഹചര്യം നമ്മൾ കണ്ടില്ലേ? അതിനുശേഷം പാലക്കാടും ചേലക്കരയിലും ഉപതെരഞ്ഞെടുപ്പ് വന്നു. 2ഇടത്തും സ്ഥാനാർത്ഥിയെ നിർത്തി ബാർഗെയിൻ ചെയ്തു. ഒരു കാരണവശാലും ഈ സ്ഥാനാർത്ഥിയെ പിൻവലിക്കില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. അവസാനം പാലക്കാട്ടെ സ്ഥാനാർത്ഥി അദ്ദേഹം പിൻവലിച്ചു. UDF-മായി പരസ്യമായിട്ടുള്ള ഡീലുണ്ടായി. ചേലക്കരയിൽ മത്സരിച്ചു. എത്ര വോട്ട് പിടിച്ചു എന്ന് നമ്മളെല്ലാവരും കണ്ടതല്ലേ?
പിന്നീട് UDF-ഉമായി പരസ്യമായി വിലപേശിയില്ലേ? കോൺഗ്രസ് ആയിട്ട്, ലീഗായിട്ട് അതിന്റെ മാപ്പ് പറഞ്ഞു, മുൻപ് പറഞ്ഞ കാര്യങ്ങളൊക്കെ പിൻവലിച്ച് അങ്ങ് പിന്നോട്ട് പോകുന്ന സാഹചര്യം ഉണ്ടായി. ഏറ്റവും അവസാനം അദ്ദേഹം പറഞ്ഞു, നിലമ്പൂരിലെ ജനങ്ങളെ വഞ്ചിക്കില്ല, ഒരു കാരണവശാലും MLA സ്ഥാനം രാജിവെക്കില്ലെന്ന് പറഞ്ഞു. ഇപ്പോഴേ MLA സ്ഥാനം ഫസ്റ്റ് ആരോപണം തുടങ്ങി 175-ാം ദിവസം MLA സ്ഥാനം രാജിവെച്ച ഒരു ഉപതെരഞ്ഞെടുപ്പിലേക്ക് ആ മണ്ഡലത്തെ ചെന്നെത്തിയിരിക്കുന്നു. എന്താണ് കാരണം? അവിടുത്തെ ഇത്രയും സാമ്പത്തിക ബാധ്യത വരുന്ന ജനങ്ങളെ വീണ്ടും തെരഞ്ഞെടുപ്പിലേക്ക് എത്തിക്കുന്ന ഒരു സാഹചര്യം. എന്താണ് അതിന്റെ പിന്നിലുള്ളത്? എന്തെങ്കിലും വസ്തുതാപരമായിട്ടുള്ള കാര്യമുണ്ടോ? VD സതീശനെതിരെ ഏറ്റവും വലിയ അഴിമതി ആരോപണമാണ് ഉന്നയിച്ചത്. ആ അഴിമതി ആരോപണത്തിൽ നിന്ന് പൂർണ്ണമായി പിൻവലിഞ്ഞ് മാപ്പ് പറഞ്ഞു പോവുകയാണ്. പിടിച്ചു നിൽക്കാൻ വേണ്ടി വീണ്ടും ആരോപണം. ശ്രീ P ശശിക്കെതിരെ ചില ആരോപണങ്ങൾ ഉന്നയിച്ചു. 3 ക്രിമിനൽ കേസാണ് ഇപ്പോൾ P ശശി ഇതേ PV അൻവറിനെതിരെ ഈ കണ്ണൂരിലെയും തലശ്ശേരിയിലെയും കോടതിയിൽ അടക്കം ഫയൽ ചെയ്തിരിക്കുന്നത്. നിയമപരമായിട്ട് പോട്ടെ, ഏതെങ്കിലും ഇന്ന ആരോപണം എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും വസ്തുത ഹാജരാക്കണ്ടേ? അതുപോലെ പാലക്കാട് അദ്ദേഹം നടത്തിയ പ്രസംഗം, ഗാന്ധി എന്ന പേര് പോലും കൂട്ടിച്ചേർത്ത് പറയാൻ അർഹതയില്ലാത്ത 4ാം കിട പൗരനായി രാഹുൽ ഗാന്ധി മാറി. ഞാനല്ല പറഞ്ഞത്, ഇന്ത്യയിലെ ഭക്ഷണം കഴിക്കുന്ന സകല മനുഷ്യരും കഴിഞ്ഞ 2 ദിവസമായി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്താ സ്ഥിതി? നെഹ്റു കുടുംബത്തിൽ ഇങ്ങനെയൊരു മനുഷ്യനുണ്ടാകുമോ? നെഹ്റു കുടുംബത്തിന്റെ ജനിച്ച ഒരാള് അങ്ങനെ പറയാൻ കഴിയുമോ? എനിക്ക് അക്കാര്യത്തിൽ നല്ല സംശയമുണ്ട്. രാഹുൽ ഗാന്ധിയുടെ DNA പരിശോധിക്കണമെന്ന അഭിപ്രായക്കാരനാണ് ഞാൻ. അക്കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ജവഹർലാൽ നെഹ്റുവിന്റെ പേരക്കുട്ടിയായി വളരാനുള്ള ഒരു അർഹതയും രാഹുലിനില്ല. രാഹുൽ ഗാന്ധി മോഡിയുടെ ഏജന്റാണോ? അങ്ങനെയൊക്കെ ചോദിച്ചിട്ട് ആ കോൺഗ്രസിനോട് പോയി വിലപേശുകയാണ്, ആ UDF-നോട് പോയി വിലപേശുകയാണ്. ഇന്ന് അദ്ദേഹം രാവിലെ പറഞ്ഞ പ്രസ്താവനയിൽ നിന്നല്ലേ ഇപ്പൊ മാറ്റി ഈ ചർച്ചയുടെ ആദ്യഘട്ടത്തിൽ പറഞ്ഞത്? രാവിലെ എന്താ പറഞ്ഞത്? ആര്യാടൻ ഷൗക്കത്തിനെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ. കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയെ തീരുമാനിക്കാൻ ഇദ്ദേഹത്തിന് എന്താണ് അധികാരം? അപ്പോ ഞാൻ സൂചിപ്പിച്ചത്, ഇദ്ദേഹത്തിന് എന്തോ ബാധിച്ചിട്ടുണ്ട്. കൃത്യമായി ഈ കേരളത്തിന്റെ പൊതുരാഷ്ട്രീയത്തിൽ ഇല്ലാത്ത നിരവധി ആരോപണങ്ങൾ ഉന്നയിച്ച് താൻ വലിയ അഴിമതി വിരുദ്ധ പോരാട്ടത്തിന്റെ ഏജന്റാണെന്നൊക്കെ പറഞ്ഞു വന്നിട്ട് അദ്ദേഹത്തിന് MLA സ്ഥാനം വരെ രാജിവെച്ച് ഓടി ഒളിക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. ജനങ്ങൾ തിരിച്ചറിയും, അത്രേ പറയാനുള്ളൂ. ശരി, അഡ്വക്കേറ്റ് ഷിബു മീരാൻ, ഇപ്പോൾ PV അൻവർ ഇപ്പോൾ തൃണമൂൽ കോൺഗ്രസിന്റെ കേരള ഘടകം കൺവീനറാണ്. അതാണ് അദ്ദേഹത്തിന്റെ നിലവിലെ പോസ്റ്റ്, ഇന്ന് വന്നിരിക്കുന്ന പുതിയ പോസ്റ്റ്. അദ്ദേഹത്തിന് ഇവിടെ കേരള രാഷ്ട്രീയത്തിലുള്ള റോൾ എന്താണെന്നാണ് മുസ്ലിം ലീഗ് കരുതുന്നത്? UDF-ന്റെ വാതിൽ തുറന്നോ അടച്ചോ എന്നൊന്നും പറയാനായിട്ടില്ല. അതിന്റെ ചർച്ചകൾ അതിന്റെ സമയത്ത് നടക്കുമെന്നാണ് പറയുന്നത്. അതേതാണ് ആ സമയം? സ്മൃതി, നമുക്കറിയാം PV അൻവർ അദ്ദേഹം ഉയർത്തിയ വിഷയങ്ങൾ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി നമ്മൾ കേരള രാഷ്ട്രീയത്തിൽ അത് ചർച്ച ചെയ്യുന്നുണ്ട്. അദ്ദേഹം ഉയർത്തിയ പല വിഷയങ്ങളുടെയും ഒരു സവിശേഷത, അത് ഞങ്ങൾ അതിനു മുൻപ് ഉയർത്തുകയും ഉന്നയിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. ഇവിടെ ഇപ്പോൾ PV അൻവർ എന്ന വ്യക്തി ഉയർത്തിയ, കേരളത്തിന്റെ പ്രതിപക്ഷം ഉയർത്തിയ കാര്യങ്ങളിലൊന്നും വസ്തുതയില്ല എന്ന് പറഞ്ഞ് സ്ഥാപിക്കാനാണ് ഇവിടെ CPM-ന്റെ പ്രതി എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ചർച്ചയിൽ ഉടനീളം ശ്രമിച്ചു കണ്ടത്. നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം. ഇപ്പോൾ ADGP അജിത് കുമാർ, അദ്ദേഹത്തിനെതിരെ അൻവറും ഞങ്ങളും ഉന്നയിച്ച ചില ആരോപണങ്ങളുണ്ട്. ഇപ്പോൾ ഒരു റിപ്പോർട്ട് മടങ്ങിയതിനെ കുറിച്ച് സ്മൃതി എന്ന ചർച്ചയിൽ ചൂണ്ടിക്കാണിച്ചു, ഞാനത് ആവർത്തിക്കുന്നില്ല. തൃശൂർ പൂരം, അതുമായി ബന്ധപ്പെട്ട് ഒരു അന്വേഷണം നടക്കുന്നുണ്ട്. അതിനകത്ത് അജിത് കുമാറിന് ഒരു പങ്കുമില്ല എന്ന് പറഞ്ഞാൽ കൂടെ നിൽക്കുന്ന CPI-ക്ക് പോലും അത് ബോധിക്കാത്ത കാര്യമാണ്. നമുക്ക് ഇപ്പോഴത്തെ സാഹചര്യത്തിലേക്ക് വരാം. അൻവർ ഇപ്പോൾ രാജിവെച്ചിരിക്കുന്നു. അൻവർ രാജിവെക്കുമ്പോൾ അദ്ദേഹം അതിനുവേണ്ടി ഉയർത്തിക്കാണിക്കുന്ന ഒരു വിഷയം വനസംരക്ഷണ നിയമത്തിൽ ഇവർ കൊണ്ടുവരുന്ന ഭേദഗതിയാണ്. അത് ഒരു നിലക്കും ഒരു ഇഷ്യൂ അല്ല എന്ന് CPM കരുതുന്നുവെങ്കിൽ അവരോട് നമുക്ക് ഒന്നും പറയാനില്ല. 100-400 പഞ്ചായത്തുകളിൽ ഏതാണ്ട് 1 കോടിയിൽ പരം മനുഷ്യരെ ബാധിക്കുന്ന ഒരു വിഷയമാണ്. റിപ്പോർട്ടറടക്കം കേരളത്തിലെ മാധ്യമങ്ങൾ എത്രയോ നമ്മൾ വനമേഖലയുമായി ബന്ധപ്പെട്ട എത്രയോ വിഷയങ്ങൾ നമ്മൾ വാർത്തകളായി വരുന്നു, എത്രയോ കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്യുന്നു. അവിടുത്തെ മനുഷ്യർ നേരിടുന്ന ഒരു പ്രശ്നം അത് ഒരു നിലക്കും ഒരു ഡിബേറ്റബിൾ അല്ല എന്ന് CPM-ന് തോന്നുന്നുവെങ്കിൽ നമുക്കൊന്നും പറയാനില്ല. ഇനി ഞാൻ സ്മൃതി ചോദിച്ച ചോദ്യത്തിലേക്ക് വരും. ഇപ്പോൾ PV അൻവർ, അദ്ദേഹം തൃണമൂൽ കോൺഗ്രസ് എന്ന പാർട്ടിയുടെ ഒരു ഔദ്യോഗിക നേതൃനിരയിലേക്ക് കൺവീനർ എന്ന സ്ഥാനത്തേക്ക് ഇപ്പോൾ വന്നിരിക്കുന്നു. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ അപ്പോഴും അവിടെ നിൽക്കണം. അൻവർ പങ്കുവച്ച പല കാര്യങ്ങളും ഞങ്ങൾക്ക് കൂടി യോജിക്കാവുന്ന കാര്യങ്ങളായിരുന്നു. ഈ വനനിയമത്തിന്റെ വിഷയമടക്കം ഞങ്ങൾ ഉന്നയിച്ച, ഞങ്ങൾ മാത്രമല്ല ഇപ്പോൾ LDF-ലുള്ള ജോസ് കെ മാണി വിഭാഗം, അവർക്ക് ഇതിൽ ആശങ്കയുണ്ട്. കാര്യം അവരുടെ മന്ത്രി അതിൽ ഒപ്പുവെച്ച് പോന്നുവെങ്കിലും ജോസ് കെ മാണി പിന്നീട് മുഖ്യമന്ത്രിയെ കണ്ട് ആശങ്ക അറിയിക്കുന്നുണ്ട്. അത് ആദ്യത്തെ പടിയാണ്. ഈ നിയമം പാസാക്കിയേ അടങ്ങൂ എന്ന വാശിയോടെ കേരളത്തിൽ ഇടതുപക്ഷ ഗവൺമെന്റ് മുന്നോട്ട് പോയാൽ അവർക്കൊക്കെ രംഗത്ത് വരേണ്ടി വരും. അപ്പോൾ യോജിക്കാവുന്ന വിഷയങ്ങൾ തന്നെയാണ് ഇപ്പോൾ PV അൻവർ ഉന്നയിക്കുന്നത്. പക്ഷേ അവിടെ ആരെ സ്ഥാനാർത്ഥിയാക്കണം എന്നുള്ള കാര്യത്തിൽ അദ്ദേഹം ഒരു റിക്വസ്റ്റ് അങ്ങോട്ട് വെക്കുമ്പോൾ ആര്യാടൻ ഷൗക്കത്താണെങ്കിൽ
അയാൾ കഥ എഴുതട്ടെ എന്നാണ് രാവിലെ പറഞ്ഞത്. ഇപ്പോൾ അദ്ദേഹം പ്രതികരണം അല്പം ഒന്ന് മാറ്റി. അദ്ദേഹത്തെയാണ് നിശ്ചയിക്കുന്നതെങ്കിൽ പിന്തുണയ്ക്കുമെന്ന് പറയുമ്പോഴും അവിടെ അവർ തമ്മിലുള്ള വൈരമൊക്കെ അങ്ങാടിപ്പാട്ടായ കാര്യമാണ്. അപ്പോൾ എങ്ങനെയായിരിക്കും ആ പിന്തുണ എന്നുള്ള കാര്യം വ്യക്തമാണ്. അങ്ങനെ ഒരു പ്രതികരണം നടത്തിയത് ഒരു കുഴപ്പമായി പോയോ അൻവറിന്? UDF പ്രവേശം അത് നിങ്ങൾ വേഗം ചർച്ച ചെയ്യുമോ? അല്ല, ഞാൻ പറഞ്ഞല്ലോ, ഇന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളുടെ നേതാവ് പ്രിയപ്പെട്ട കുഞ്ഞാലിക്കുട്ടി സാഹിബ് പറഞ്ഞിട്ടുണ്ട്, ഉചിതമായ സമയത്ത് ഉചിതമായ തീരുമാനം ഞങ്ങൾ എടുക്കുക തന്നെ ചെയ്യും. ഞാൻ പറഞ്ഞല്ലോ, പൊതുവായ ഒരു സ്പേസിലാണ് ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്നത്. അത് ഏത് രൂപത്തിലേക്ക് വികസിച്ച് വരുമെന്ന് ഭാവി എനിക്കോ സ്മൃതിക്കോ പ്രവചിക്കാൻ കഴിയുന്ന കാര്യമില്ലല്ലോ. പിന്നെ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പറയുമ്പോൾ നമ്മൾ കാണേണ്ടുന്ന ഒരു കാര്യം, അദ്ദേഹം ഒരു റിക്വസ്റ്റ് ഡിമാൻഡ് എന്ന രൂപത്തിലാണെന്ന് പറഞ്ഞത്. അല്ലാതെ UDF ഇപ്പോൾ ഡിക്റ്റേറ്റ് ചെയ്യുന്ന നിലയിലേക്കൊന്നും അദ്ദേഹം പോയിട്ടില്ല. അതിനകത്ത് ഒരു ആശയക്കുഴപ്പം വന്നപ്പോൾ ഒന്നുകൂടി അതിപ്പോൾ അദ്ദേഹം ക്ലിയർ ചെയ്യുന്നുണ്ട്. പിന്നെ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ പരിശോധിച്ചാൽ ഇവിടെ ഇപ്പൊ CPM-ന്റെ പ്രതി പറഞ്ഞല്ലോ, ഞാൻ ഈ രാഷ്ട്രീയം എന്ന് പറയുന്ന സ്മൃതി നാടകത്തെക്കാൾ നാടകീയമാവും ചിലപ്പോ. ഇപ്പൊ രാഹുൽ ഗാന്ധിയോട് എന്തൊരു സ്നേഹമാണ് ഇവർക്ക്. അന്ന് PV അൻവർ അത് പ്രസംഗിക്കുമ്പോ ആർത്ത് വിളിച്ച് അതിന് കൈയടിച്ചവരാ ഇവര്. അത് പറഞ്ഞിട്ട് രാഹുൽ ഗാന്ധിയെ സ്നേഹിക്കുന്നവരുടെ മനസ്സിൽ ഒരു കാശക്കുഴപ്പമുണ്ടാക്കാമെന്ന് എനിക്ക് തോന്നുന്നില്ല. സ്വന്തം പിതാവിനെ കൊന്നവരോട് മാപ്പ് കൊടുത്തൊരു കുടുംബമാണത്. അപ്പൊ അതാണ് ഇതിന്റെ കാര്യം എന്ന് പറയുന്നത്. ശരിയായ തീരുമാനത്തിലേക്ക് ശരിയായ സമയത്ത് ഞങ്ങൾ എത്തും. UDF-ന്റെ സ്ഥാനാർത്ഥി ആരാകണം എന്ന് അവിടെ കോൺഗ്രസിന് അലോട്ട് ചെയ്ത സീറ്റാണ്. അവർ ആ പേര് തീരുമാനിക്കും. UDF ആ പേര് അംഗീകരിച്ച് മുന്നോട്ട് പോകും. ഒറ്റക്കെട്ട UDF എന്ന നിലക്ക് ഞങ്ങൾ പ്രവർത്തിച്ച് മുന്നോട്ട് പോകും. ഇനിയും ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് എത്രയോ ചർച്ചകൾ നടക്കാനിരിക്കുന്നു. ഈ കാര്യത്തിൽ ഈ രാത്രി തന്നെ ഒരു തീരുമാനം വേണമെന്ന് നമ്മൾ നിർബന്ധ ബുദ്ധി കാണിക്കേണ്ടതില്ലല്ലോ. ഉചിതമായ സമയം അത് ഈ രാത്രിയല്ല, അത് വരാനിരിക്കുന്നതേ ഉള്ളൂ. വരുമ്പോൾ കൃത്യമായ തീരുമാനം ഞങ്ങൾ രാഷ്ട്രീയമായി തന്നെ എടുത്തു പോയാൽ ഒരു സംശയവും വേണ്ട. ശരി, ശ്രീ സണ്ണിക്കുട്ടി എബ്രഹാം, ഇപ്പോൾ എത്ര കാലം നിലമ്പൂർ UDF-നൊപ്പമായിരുന്നു? ആര്യാടൻ മുഹമ്മദിന്റെ മണ്ഡലമായിരുന്നു. പിന്നീട് ആര്യാടൻ ഷൗക്കത്തിനെ നിർത്തിയപ്പോൾ ആര്യാടൻ ഷൗക്കത്ത് പരാജയപ്പെടുകയായിരുന്നു. പിന്നെ 2 തവണയായിട്ട് PV അൻവറിലൂടെ ഇടതുപക്ഷം അവിടെ വിജയിക്കുകയാണ്. PV അൻവറിന് അവിടെ ഒരു വോട്ട് ബേസ് ഉണ്ട് എന്നുള്ള കാര്യം വ്യക്തമാണ്. അത് ഇപ്പോൾ CPM-നൊപ്പമായിരുന്ന CPM-ന്റെ വോട്ടാണ് എന്ന് പറഞ്ഞാൽ CPM-ന്റെ സ്ഥാനാർത്ഥിയെ നിർത്താമായിരുന്നല്ലോ. എന്തുകൊണ്ട് PV അൻവറിനെ തീരുമാനിക്കുന്നു? അൻവറിൻ്റെതായ ഒരു വലിയ സ്വാധീനം അവിടെ ഉണ്ട് എന്നതിൻ്റെ തെളിവാണ്. അപ്പോൾ CPM-ൽ നിന്നും അടർന്നു മാറി അല്ലെങ്കിൽ ഇടതുപക്ഷത്തു നിന്നും അകന്ന PV അൻവർ UDF-ന് നേട്ടമാകുമോ അതോ കോട്ടമാകുമോ? ഇന്നത്തെ അദ്ദേഹത്തിന്റെ രാവിലത്തെ പ്രതികരണം കൂടി കണ്ട ശേഷം എന്താണ് താങ്കളുടെ ഒരു വിലയിരുത്തൽ? അതിനു മുമ്പായിട്ട് CPM-ന്റെ പ്രതിനിധി അരുൺകുമാർ പറഞ്ഞ ഒരു ഒറ്റ വാചകത്തെക്കുറിച്ച് എനിക്കൊരു അഭിപ്രായം പറയാനുണ്ട്. അതായത് അദ്ദേഹം പറഞ്ഞത് വലതുപക്ഷ മാധ്യമങ്ങളും അല്ലെങ്കിൽ വലതുപക്ഷ രാഷ്ട്രീയ പാർട്ടികളും PV അൻവറിനെതിരായിട്ട് ധാരാളം ആക്ഷേപങ്ങളും ആരോപണങ്ങളും ഉന്നയിച്ചുകൊണ്ട് മുന്നോട്ട് വന്നപ്പോൾ അതിൻ്റെ സത്യാവസ്ഥ പുറത്തു കൊണ്ടുവന്ന് അദ്ദേഹത്തെ പ്രതിരോധിച്ചത് ഇടതുപക്ഷമായിരുന്നു എന്ന് പറഞ്ഞു. ശരിയാ, അൻവറിനെതിരായിട്ട് ആക്ഷേപം വന്നപ്പം CPM അടക്കമുള്ള LDF ആ ഒരു നിലപാടായി എടുത്തത്. എനിക്കറിയേണ്ട ഒറ്റ കാര്യമേ ഉള്ളൂ, അടുത്ത ഒരു ടേൺ വരുമ്പോൾ അദ്ദേഹം അത് വിശദീകരിച്ചാൽ മതി. അതായത് PV അൻവറിനെതിരായിട്ട് ഇപ്പോൾ നിലനിൽക്കുന്ന ആരോപണങ്ങൾ, നേരത്തെ അത് കോൺഗ്രസ്സുകാരും UDF-കാരും ഒക്കെയാണ് ഉന്നയിച്ചത്. ആ ആരോപണങ്ങൾ ശരിയായിരുന്നില്ല, വ്യാജമായിരുന്നു, അദ്ദേഹം CPM-ന്റെ സഹയാത്രികനായതുകൊണ്ട് അദ്ദേഹത്തിനെതിരായിട്ട് ഉന്നയിച്ചതായിരുന്നു എന്ന് ഇപ്പോഴും CPM കരുതുന്നുണ്ടോ എന്നുള്ളതൊന്ന് പിന്നീട് വിശദീകരിച്ചാൽ മതി. ഇടയ്ക്ക് കയറി പറയരുതേ, കാരണം എനിക്ക് സമയമില്ല. അതുകൊണ്ട് നമ്മൾ ചർച്ചയായിട്ട് പകുതിയൊക്കെ കഴിയുകയാണ്. അതുപോലെ തന്നെ സ്മൃതി നേരത്തെ ചോദിച്ചു, കൺവീനറായിട്ട് ഇപ്പോൾ സ്റ്റേറ്റ് കൺവീനറായിട്ട് വന്നിരിക്കുന്നു, അദ്ദേഹത്തിൻ്റെ പദവി വല്ലാതെ ഉയർന്നിരിക്കുന്നു. ഈ കൺവീനർ എന്ന് പറഞ്ഞാൽ എന്തുവാ? എന്തെങ്കിലും ഒന്ന് കൺവീൻ ചെയ്യുന്ന ആളാണ്. അദ്ദേഹം എന്ത് കൺവീൻ ചെയ്യാനാണ്? എന്തിൻ്റെ യോഗം വിളിച്ചു കൂട്ടാനാണ്? ആരുടെ സമ്മേളനങ്ങൾ സംഘടിപ്പിക്കാനാണ്? ഈ സംസ്ഥാനത്ത് നിലവിലില്ലാത്ത ഒരു പാർട്ടിയുടെ നേതൃസ്ഥാനത്തേക്ക് അദ്ദേഹം വന്നിരിക്കുന്നു. അതിന് 2 കാരണങ്ങളുണ്ട്. അദ്ദേഹം എന്തുകൊണ്ട് നേരത്തെ DMK ചേരാൻ നോക്കിയതാണ്. DMK-യും CPM തമ്മിലുള്ള ബന്ധം, അല്ലെങ്കിൽ പിണറായിയും സ്റ്റാലിനും തമ്മിലുള്ള സൗഹൃദം അദ്ദേഹം അറിഞ്ഞില്ല, അല്ലെങ്കിൽ അത് മനസ്സിലാക്കിയില്ല. അദ്ദേഹം അവിടെ ചെന്നു, ആ വാതിലിൽ മുട്ടി നോക്കിയിട്ട് യാതൊരു പ്രയോജനവും ഉണ്ടായില്ല. പിന്നീടാണിപ്പോൾ തൃണമൂൽ കോൺഗ്രസിൻ്റെ വാതിൽക്കൽ അദ്ദേഹം മുട്ടുന്നത്. നമുക്കറിയാം എന്തുകൊണ്ടാണത്. എന്നെ UDF-ൽ എടുക്കണമെന്ന് UDF-നോട് ആവശ്യപ്പെട്ടാൽ, എന്നെ ഒന്ന് പ്രവേശിപ്പിക്കണം എന്ന് പറഞ്ഞാൽ ഇവിടെ കോൺഗ്രസ്സുകാരോ അല്ലെങ്കിൽ ലീഗോ അല്ലെങ്കിൽ UDF മൊത്തം അതിനെ വേണ്ട രീതിയിലുള്ള ഒരു അംഗീകാരം കൊടുക്കില്ല, അതിന് ചെവി കൊടുക്കില്ല എന്നറിയാവുന്നതുകൊണ്ട് അദ്ദേഹത്തിനൊരു രാഷ്ട്രീയ പാർട്ടിയുടെ ലേബൽ വേണമായിരുന്നു. അതിനിപ്പോൾ നമുക്കറിയാം, ആകമാന ഇന്ത്യ നോക്കുമ്പോൾ പ്രാദേശിക പാർട്ടികൾ പലതും NDAയുടെ കൂടെ,
മറ്റേതിനൊക്കെ ഇവിടെ ചെറിയ ചെറിയ ഘടകങ്ങളുണ്ട്, RJD അടക്കം, അല്ലെങ്കിൽ പല പാർട്ടികൾക്ക് ഇവിടെ ഘടകങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ കൂടെ മിച്ചം വന്ന ഒരു പാർട്ടി എന്ന് പറയുന്നത് ഈ തൃണമൂൽ കോൺഗ്രസ്സാണ്. അപ്പോൾ അവിടെ പോയിട്ട് അദ്ദേഹത്തിൻ്റെ ആ പാർട്ടിയുടെ ഇവിടുത്തെ നേതാവ് പ്രതിനിധി ആയിക്കഴിഞ്ഞാൽ ഇവിടെ ആ റൂട്ടിലൂടെ, തൃണമൂൽ എന്ന് പറയുന്നൊരു ചെറിയ പാർട്ടിയല്ല, ബംഗാൾ ഭരിക്കുന്ന ഒരു പ്രമുഖ രാഷ്ട്രീയ കക്ഷിയാണ്, ദേശീയ തലത്തിൽ വലിയ ഉള്ള പാർട്ടിയാണ്. കാരണം 29 MP ലോക്സഭയിൽ ആ പാർട്ടിക്ക്. അത്തരത്തിലൊരു പാർട്ടിയുടെ പ്രതിനിധിയായിട്ട്, അല്ലെങ്കിൽ ആ പാർട്ടി ആവശ്യപ്പെടുക, ഇപ്പോഴും അവർ ഇന്ത്യ ഘടകത്തിൽ നിന്ന്, ഇന്ത്യ മുന്നണിയിൽ നിന്ന് പോയിട്ടില്ല, പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ടെങ്കിലും. അപ്പോൾ അവരാവശ്യപ്പെട്ടാൽ സ്വാഭാവികമായിട്ട് ഒരു സ്ഥാനം, അല്ലെങ്കിൽ ഒരു ഘടകകക്ഷി എന്ന നിലയിലുള്ളൊരു സ്ഥാനം ലഭിക്കും എന്ന പ്രതീക്ഷയിലാണ് അൻവർ ഇപ്പോഴീ തൃണമൂൽ കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിയിൽ, അല്ലെങ്കിൽ തൃണമൂൽ കോൺഗ്രസിൻ്റെ രാഷ്ട്രീയ ആശയങ്ങൾ എന്താ, അവരെന്തിനു വേണ്ടിയാണ് നിലകൊള്ളുന്നത്, അതെന്തെങ്കിലും ശ്രീ അൻവറിന് അറിയാമോ എന്ന് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിനൊന്നും അറിയണമെന്നില്ല. പിന്നീട് അദ്ദേഹം MLA സ്ഥാനം രാജിവെച്ചു. ഇവിടെ അരുൺകുമാർ പറഞ്ഞ പോലെ ഞാൻ ഒരിക്കലും രാജിവെക്കില്ലെന്ന് പറഞ്ഞതാ. ഞാൻ എൻ്റെ ജനങ്ങളെ തള്ളിക്കളയില്ല എന്ന് പറഞ്ഞ ആളെ ഇപ്പോൾ രാജിവെച്ചിരിക്കുന്നത്. എന്തിനാ? അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുമ്പ് ഇവിടെ ഒരു ഉപതെരഞ്ഞെടുപ്പിൻ്റെ സാഹചര്യം കൂടെ സൃഷ്ടിക്കണം. അതെന്തിനാണ്? അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ നിലമ്പൂരിൽ സ്മൃതി പറഞ്ഞല്ലോ, ഞാൻ ആ ചോദ്യത്തിലേക്ക് വരുന്നത്, 2 തവണയായിട്ട് അൻവർ ജയിക്കുകയാണ്. കോൺഗ്രസിൻ്റെ സീറ്റായിരുന്നു. ആദ്യം അത് കുഞ്ഞേരിയ, CPMൻ്റെ കുഞ്ഞേരിയാണ് ആദ്യം ആ മണ്ഡലം ഉണ്ടായപ്പോൾ ജയിച്ചതെന്നാണ് എൻ്റെ ഓർമ്മ. അതിനുശേഷം ആര്യടൻ മുഹമ്മദ് ജയിക്കുന്നുണ്ട്, അതവിടെ നിൽക്കട്ടെ. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഈ UDFന് അനുകൂലമെന്ന് പറയാവുന്ന 2 തവണ പക്ഷേ തോറ്റുപോയ ഈ മണ്ഡലത്തിൽ ഒരു ഉപതെരഞ്ഞെടുപ്പ് വരികയാണെങ്കിൽ, താങ്കൾ നേരത്തെ പറഞ്ഞ ഒരു അദ്ദേഹത്തിന് നിലമ്പൂര് വലിയ സ്വാധീനമാണെന്നാണല്ലോ പറഞ്ഞത്. എനിക്കറിഞ്ഞുകൂടാ ആ സ്വാധീനം എന്താണെന്നുള്ളത്. CPM അദ്ദേഹം വലിയ സ്വാധീനവും ആന ചവിട്ടി ഒരു ആദിവാസി യുവാവ് കൊല്ലപ്പെട്ട സംഭവത്തിൽ വനം വകുപ്പിന്റെ ഓഫീസ് അടിച്ചു തകർത്ത സംഭവം ഉണ്ടായല്ലോ. അന്ന് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തല്ലോ. അറസ്റ്റ് ചെയ്തപ്പോൾ ഒരു സഭാ പ്രതിനിധി തന്നെ പ്രതികരിച്ചത് അറസ്റ്റിലായിരിക്കുന്നത് കർഷകരുടെ പ്രതിനിധിയാണ് എന്നുള്ളതാണ്. കർഷകൻ തന്നെയാണ് അറസ്റ്റിലായിരിക്കുന്നതെന്നാണ് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ വൈകാരികമായി സ്മൃതി അടുത്തായിട്ട് ഞാൻ അതിലേക്ക് തന്നെ വരിക, യാതൊരു സംശയവുമില്ല. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായാൽ UDF പിന്നെ ഇദ്ദേഹത്തെ ആശ്രയിക്കാൻ നിർബന്ധിതനാകും എന്നൊരു കണക്കൂടില്ല. അതാണ് ഈ 2 നടപടി. തൃണമൂലിൽ ചേരുന്നു, പിന്നീട് MLA സ്ഥാനം രാജിവെക്കുന്നു. പിന്നീട് താങ്കൾ പറഞ്ഞ ഈ ആന ചവിട്ടിയ ഒരു ചെറുപ്പക്കാരൻ, ആദിവാസി ചെറുപ്പക്കാരൻ മരിച്ച സാഹചര്യത്തിലുണ്ടായ ആ പ്രത്യേക സാഹചര്യങ്ങൾ, അദ്ദേഹം ഇന്ന് ജോയിയെ അങ്ങ് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് അങ്ങ് പ്രഖ്യാപിച്ചല്ലോ. ഇപ്പം സ്മൃതിയുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയുമ്പോൾ ആര്യാടനുള്ള ഷൗക്കത്തിനുള്ള സമീപനം, അല്ലെങ്കിൽ ജോയിയെ സ്ഥാനാർത്ഥിയാക്കിയതൊക്കെ പുള്ളി എന്ന് മയപ്പെടുത്തിയിട്ടുണ്ട്. അദ്ദേഹം ഇന്നങ്ങ് പ്രഖ്യാപിച്ചു. VS ജോയി UDFൻ്റെ സ്ഥാനാർത്ഥി അദ്ദേഹമാണ് പ്രഖ്യാപിക്കുന്നത്. അദ്ദേഹത്തിന് എന്താ കാര്യം കോൺഗ്രസിൻ്റെ കാര്യത്തിൽ? അവിടെ അദ്ദേഹം എടുത്തൊരു തന്ത്രമെന്ന് പോലും ഞാൻ പറഞ്ഞൊരു കുതന്ത്രമുണ്ട്. അദ്ദേഹം പറഞ്ഞത് ജോയിയുടെ ഒരു എന്താ പറയുക ക്വാളിഫിക്കേഷനായിട്ട് പറഞ്ഞത് സ്മൃതി ശ്രദ്ധിച്ചോ? അത് ജോയി ഈ മലപ്പുറം ജില്ലയുടെ അല്ലെങ്കിൽ നിലമ്പൂർ മണ്ഡലത്തിൻ്റെ കിഴക്കൻ പ്രദേശങ്ങളിൽ നിന്ന് മലയോര പ്രദേശങ്ങളിൽ നിന്ന് വരുന്ന ഒരാളാണ്. അവിടെ ഈ കാട്ടുമൃഗങ്ങളുടെ, കാട്ടാന അല്ലെങ്കിൽ കാട്ടുപോത്ത്, കടുവ, കാട്ടുപന്നി, ഇവരുടെയൊക്കെ ഒരു ശല്യം അവിടുത്തെ കൃഷിക്കാർക്ക് ഉണ്ടാകുന്നുണ്ട്. അപ്പം അവരുടെ ഒരു പ്രകൃതി എന്ന് വെച്ചാൽ അത് മുഴുവൻ ക്രിസ്ത്യാനികളാണ്. ഈ മലയോര പ്രദേശത്ത് ഈ കാട്ടുമൃഗങ്ങളുടെ ആക്രമണങ്ങൾക്കിരയാകുന്നതൊക്കെ മുഴുവൻ ക്രിസ്ത്യാനികളാണ്. അപ്പം ക്രിസ്ത്യാനികളുടെ കൂട്ടത്തിൽ നിന്ന് ഒരാൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ, സ്വയം അനുഭവസ്ഥനാണെന്ന് കൂടി പറയുന്നുണ്ട്. ആര്? VS ജോയ്. അദ്ദേഹം നിലമ്പൂരുകാരനാണല്ലോ. അദ്ദേഹത്തിന്റെ വീടിന് ചുറ്റും ഈ പ്രശ്നമുണ്ട്, ഈ ആശങ്കയുണ്ട്. പക്ഷേ അവിടെ കൂടുതൽ അവിടെ കുടിയേറ്റ ക്രൈസ്തവർ ധാരാളമുണ്ട്. പക്ഷേ കാട്ടിൽ നിന്ന് പുറത്തേക്ക് വരുന്ന കാട്ടാനയോ കാട്ടുപോത്തോ ഒക്കെ ഇത് ഏത് ക്രിസ്ത്യാനിയുടെ ഭൂമിയാണ്, ഈ കൃഷിഭൂമി ക്രിസ്ത്യാനിയുടെയാണെന്ന് ചോദിച്ചിട്ടാണ് അവിടെ ആക്രമണം ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ ആക്രമണം നടത്തുന്നത്, കൃഷി നശിപ്പിക്കുന്നത്. അവർ പുറത്തേക്ക് നമുക്ക് ജീവിക്കാനുള്ള സാഹചര്യങ്ങൾ കാട്ടിലില്ലാത്തതുകൊണ്ടാണ്. ഇപ്പോൾ വന നിയമ ഭേദഗതിക്കെതിരെ ഒക്കെ പ്രതിഷേധിക്കുന്നത് സഭയാണല്ലോ ഈ കാര്യത്തിലൊക്കെ ശക്തമായ പ്രതിഷേധവുമായി പ്രതികരണവുമായിട്ടൊക്കെ രംഗത്ത് വന്നിട്ടുള്ളത്. അപ്പോൾ അതിന്റെ കൂടി പശ്ചാത്തലത്തിലാണ് അദ്ദേഹം അത് പറയുന്നത്. സ്മൃതി, ഞാൻ സമ്മതിച്ചു, സഭയ്ക്ക് ആ നിലപാടുണ്ട്. സഭയ്ക്ക് ആ നിലപാടുള്ളത് കൊണ്ടാണ് LDFിലെ ഘടകകക്ഷിയായ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് ആ നിലപാടെടുക്കുന്നത്. അതുകൊണ്ട് ഇത് ക്രിസ്ത്യാനിയുടെ മാത്രം പ്രശ്നമാണോ? ക്രിസ്ത്യാനിയുടെ മാത്രം പ്രശ്നമാണെന്നും അതുകൊണ്ട് ജോയിയെ നമുക്ക് സ്ഥാനാർത്ഥിയാക്കണമെന്ന് പറയാൻ ഇങ്ങേരാരാ?
കേരളത്തിലെ കോൺഗ്രസിൽ ഒരു സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കാൻ, അല്ലെങ്കിൽ ആര്യാടൻ ഷൗക്കത്ത് ശരിയല്ല എന്ന് പറയാൻ അയാൾ ആരാന്നാ ചോദിക്കുന്നത്? അയാളോട് മത്സരിച്ചതാ. ആര്യാടൻ മുഹമ്മദ് മകനാണ്. എന്നാണോ? കുഴി തോണ്ടി എന്ന് പറഞ്ഞാൽ അദ്ദേഹം വാസ്തവത്തിൽ കുഴി തോണ്ടിയെ ജോയിക്കാം. ഒന്ന് ആലോചിച്ച് നോക്കി. VSY നല്ല മിടുക്കനായ ഒരാളാണ്. VSനെതിരായിട്ട് മത്സരിച്ച ആളാണ്. നല്ല DCC പ്രസിഡന്റാണ്. ഇവിടുത്തെ ഈ മൊത്തം ജില്ലകളിലെ 3 or 4 DCC പ്രസിഡന്റുമാരെ ആ പാർട്ടിയുടെ സർവേ നടത്തിയപ്പോൾ അതിന് മുമ്പിൽ വന്ന ഒരു നേതാവാണ്. പക്ഷേ ഞാനൊന്ന് ചോദിക്കട്ടെ, അദ്ദേഹത്തിനൊരു ചാൻസ് ഉണ്ടെങ്കിൽ, അടുത്ത തവണ ഒരു ചാൻസ് ഉണ്ടെങ്കിൽ കോൺഗ്രസിനെ കൊടുക്കുമോ? ഇദ്ദേഹത്തിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് ജോയി മാറിക്കഴിഞ്ഞില്ലേ? ജോയിക്കിന് ഒരു അവസരം കിട്ടുമോ, അല്ലെ പാർട്ടി കൊടുക്കുമോ? ഒന്ന് ആലോചിച്ച് നോക്കി. എന്തിനു വേണ്ടിയാണ് ഇത് ചെയ്തത്? ഷൗക്കത്തിനോടുള്ള ദേഷ്യത്തെക്കാളുപരി ജോയിയോടുള്ള എന്തോ അദ്ദേഹത്തിൻ്റെ അടുപ്പം, അത് ഏത് തരത്തിലുള്ള അടുപ്പമാണ്? എന്തിനാണ് അദ്ദേഹത്തെ സ്ഥാനാർത്ഥിയായിട്ട് പ്രഖ്യാപിച്ചത്? ഒന്ന് ആലോചിച്ച് നോക്കി. അങ്ങനെ ചെയ്യാൻ പിന്നെ അൻവറിന് എന്ത് അധികാരം, അവകാശമാണ്? അദ്ദേഹം കോൺഗ്രസ്സുകാരനല്ലല്ലോ. കോൺഗ്രസിനൊരു സംവിധാനമുണ്ടല്ലോ. ഇതുവരെ സ്ഥാനാർത്ഥികളെ തീരുമാനിച്ചത് കോൺഗ്രസിൻ്റെ നേതാക്കളല്ലേ. പിന്നെ ഒറ്റ കാര്യം കൂടെ ഞാൻ പറഞ്ഞിട്ട്, അദ്ദേഹം UDF വരുന്നതുകൊണ്ട് എന്താണ് പറയുന്നത്? UDF നേതാക്കൾ ചിന്തിക്കട്ടെ. കഥക് തുറന്നില്ല, അടച്ചിട്ടില്ല, തുറന്നിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട്. തുറന്നകത്ത് കടത്തിയാൽ അത് UDF ഗുണമാണോ എന്ന് ആലോചിക്കുന്നുണ്ട്. അദ്ദേഹം അതുപോലെ തന്നെ ഇപ്പം പ്രതിപക്ഷ നേതാവിനെതിരായിട്ടുള്ള ആക്ഷേപം, അദ്ദേഹം മാപ്പ് ചോദിക്കുക. അദ്ദേഹം ഉന്നയിച്ചത് പിന്നെ P. ശശി പറഞ്ഞിട്ടാണെന്ന് പറയുക ആക്ഷേപങ്ങൾ. അപ്പോൾ ഇതേ MLA പണിയാണോ ചെയ്തിരുന്നത്, അതോ കൊട്ടേഷൻ പണിയായിരുന്നു? P. ശശി പറയുക, അൻവറേ നാളത്തെ നിയമസഭാ സമ്മേളനത്തിൽ കാച്ചിയേര് എന്ന് പറഞ്ഞാൽ ഉടനെ അവിടെ എഴുതി കൊടുത്തിട്ട് നിയമസഭയിൽ സ്പീക്കറോട് ഒരു വിവരം പറഞ്ഞിട്ട് അത് എഴുതി കൊടുക്കണം ആരോപണം ഉന്നയിക്കാൻ. എന്നിട്ട് വന്നിട്ട് 150 കോടി രൂപയുടെ പിന്നെ കള്ളപ്പണം VD സതീശന് കടപ്പുറത്ത് വന്നു. അവിടെ റെഫ്രിജറേറ്റഡ് മീൻ വണ്ടികളിലാണ് വന്നത്. അവിടുന്ന് വേറെ വണ്ടിയെ കൊണ്ടുപോയി എന്നൊക്കെ പറയും. ഇതേ ആരാ? MLA ജോലിയാണോ ചെയ്തിരുന്നത്, അതോ കൊട്ടേഷൻ വർക്കായിരുന്നു? എന്നിട്ടിപ്പോൾ മാപ്പ് ചോദിക്കുക. ആലോചിച്ച് നോക്കണം. ചേലക്കരയിൽ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയെ പിൻവലിക്കണമെന്ന് പറഞ്ഞ പാർട്ടിയാണ്. എന്നാൽ അദ്ദേഹത്തിൻ്റെ സ്ഥാനാർത്ഥിക്ക് വോട്ട് കിട്ടുന്നത് എത്ര വോട്ടാണ് കിട്ടിയത്? 3412 എന്തോ വോട്ടാണ് കിട്ടിയത്. കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി ഹരിദാസ്, അവരെ പിൻവലിച്ചാൽ ഞങ്ങൾ UDFന് അദ്ദേഹം പിന്തുണ കൊടുത്തേക്കാം. ഇപ്പോൾ അദ്ദേഹം സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുക കോൺഗ്രസ്സിന്. ഇപ്പം സതീശനോട് മാപ്പ് ചോദിക്കുക. ഇത്രയും കോടി രൂപയുടെ പിന്നെ ഘടാഘടിയൻ ആരോപണം ഉന്നയിച്ചിട്ട് മാപ്പ് ചോദിക്കുക. അദ്ദേഹം മാപ്പ് കൊടുത്തെന്ന് പറയുന്നത് കേട്ടു, അതെനിക്കറിഞ്ഞുകൂടാ. പക്ഷേ ഞാൻ ചോദിക്കുന്നത്, ഇത്തരത്തിലുള്ള ഒരാൾ, അതാണ് സ്മൃതി ചോദിച്ച ചോദ്യത്തിന് എൻ്റെ ഉത്തരം. ഇത്തരത്തിൽ കോൺഗ്രസിനെ കൈകാര്യം ചെയ്തിരുന്ന ഒരു വ്യക്തി, ഇപ്പോൾ അദ്ദേഹം പറഞ്ഞത് പിണറായിസത്തിൻ്റെ കൗണ്ട് ഡൗൺ തുടങ്ങിയെന്ന്. അൻവർ രാജിവെക്കുകയും തൃണമൂൽ കോൺഗ്രസിലേക്ക് ചേരുകയും ചെയ്തപ്പോഴേ പിന്നെ പിണറായിസത്തിൻ്റെ കൗണ്ട് ഡൗൺ തുടങ്ങിയെന്ന്. ഇത്തരത്തിലൊരാൾ UDFിലേക്ക് വാതിൽ തുറന്നിട്ട് കയറ്റുകയോ അല്ലെങ്കിൽ വേര് പൊളിച്ച് കടന്നു വരികയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ അത് എത്രത്തോളം ഗുണകരമാണെന്ന് നമ്മൾ ആലോചിക്കണം. ഇദ്ദേഹത്തിൻ്റെ ഈ പിണറായിയോടുള്ള ഫൈറ്റ് ഉണ്ടല്ലോ, അത് കാണുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് അണ്ണാൻ ആനയെ വെല്ലുവിളിക്കുന്നത് രീതിയിലുള്ളതല്ലാതെ അല്ലാതെ ഇദ്ദേഹം എന്ത് ചെയ്യാനാ പിണറായി? CPMനെ പിണറായിയുടെ ഔദാര്യത്തിൽ MLA അയാളാണ്. ശരി, അതാണ് താങ്കൾ വളരെ ഷാർപ്പായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. PV അൻവർ ഈ ചർച്ച കാണുന്നുണ്ടെങ്കിൽ അദ്ദേഹം അത് ആ രൂപത്തിൽ മനസ്സിലാക്കുമെന്നറിയാം. നമുക്ക് നോക്കാം. PV അൻവറിനെ കൊണ്ട് ഗുണത്തെക്കാളേറെ ദോഷമാണ്. അതിൻ്റെ സൂചനയാണ് ഇന്ന് രാവിലത്തെ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം നടത്തിയ പ്രതികരണം. കോൺഗ്രസിനകത്ത് തന്നെ ഒരു കുഴപ്പമുണ്ടാക്കുന്ന രീതിയിലുള്ള പ്രതികരണത്തിലാണ് അദ്ദേഹം തുടങ്ങിയിരിക്കുന്നത്. അത് തുടരാനാണ് സാധ്യത എന്നതാണോ താങ്കളും കാണുന്നത്? അതിനപ്പുറം നിലമ്പൂരിൽ അദ്ദേഹത്തിനൊരു വലിയ പിന്തുണയുണ്ട്. ഒരു വലിയ വിഭാഗം തന്നെ അൻവർ എന്ന രാഷ്ട്രീയ നേതാവിനെ, അല്ലെങ്കിൽ അവിടെ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ച നേതാവായ അൻവറിനെ കാണുന്ന ഒരു വലിയ വിഭാഗമുണ്ട് എന്നൊരു യാഥാർത്ഥ്യം കൂടി ഉണ്ടല്ലോ. ഒന്ന് സണ്ണിക്കുട്ടി പറഞ്ഞവനോട് കൂട്ടിച്ചേർക്കാൻ പറ്റുന്നൊരു വാക്ക് എനിക്ക് തോന്നുന്നു. ഈ അൻവർ നമ്മളെല്ലാവരും പൊട്ടന്മാരാക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം എന്തോ ഒരു രക്തസാക്ഷിയായിട്ട് ജീവിച്ചിരിക്കുന്ന രക്തസാക്ഷിയെ പോലെയാണ് പറയുന്നത്. ഞാനിതാ ഇവിടെയുള്ള പാവപ്പെട്ട മലയോര കർഷകർക്ക് വേണ്ടിയിട്ട് ഈ മൃഗങ്ങളുടെ വന്യജീവികളുടെ ആക്രമണത്തിൽ കൊല്ലപ്പെടുന്നവർക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ സ്ഥാനത്യാഗം ചെയ്യുകയാണെന്ന്. ഒന്നുമല്ല. നമുക്കറിയാം, അദ്ദേഹത്തിന് TMCയിൽ ചേർന്നെന്ന് പ്രഖ്യാപിക്കണമെങ്കിൽ അങ്ങനെ ഇപ്പോഴത്തെ അവസ്ഥയിൽ പ്രഖ്യാപിച്ചാൽ MLA സ്ഥാനത്ത് നിന്ന് അദ്ദേഹം അയോഗ്യനാകും. അടുത്ത പ്രാവശ്യം മത്സരിക്കാനും പറ്റില്ല. അപ്പോൾ അത് കൃത്യമായിട്ട് അറിഞ്ഞുകൊണ്ട് അത് ഒഴിവാക്കാൻ വേണ്ടി നടത്തിയിട്ടുള്ള ഒരു നാടകമാണ്. രണ്ടാമത്, അദ്ദേഹത്തിൻ്റെ ഇപ്പോൾ ഈ നിലമ്പൂരിലെ ഫോറസ്റ്റ് ഓഫീസ് അടിച്ചു തകർച്ച പ്രശ്നമുണ്ടല്ലോ,
അതിൽ അദ്ദേഹം സാധാരണ നമുക്കറിയാം, എല്ലാവർക്കും അറിയാം, ഈ വന്യജീവികൾ നാട്ടിൻ പുറത്ത് കയറിയിട്ട് ഭീകരമായ രൂപത്തിൽ ആളുകളെ കൊല്ലുന്നുണ്ട്, ആക്രമിക്കുന്നുണ്ട്, ഇതെല്ലാം ഉണ്ട്. പക്ഷെ ഈ സംഭവം ഇതുണ്ടായത് എവിടെയാണ്? സ്മൃതിക്ക് അറിയാമല്ലോ, നിലമ്പൂർ എന്ന് പറയുന്ന ടൗണിലൊന്നുമല്ല, കരുളായി വനത്തിൽ ഉൾക്കാട്ടിന് ഒരു 1-2 കിലോമീറ്റർ അകത്താണ്. അവിടെ ഒരു ആന ഒരാളെ കൊന്നാൽ അതിൻ്റെ പേരിൽ ഇങ്ങനെ ഫോറസ്റ്റ് ഓഫീസ് അടിച്ചു തീർക്കേണ്ട കാര്യമുണ്ടോ? അപ്പോൾ അൻവർ ചെയ്തുകൊണ്ട് ഈ കാണിച്ച ഒരു കാര്യം എന്ന് പറയുന്നത് പൂർണ്ണമായിട്ടും ഒരു MLA എന്നുള്ള നിലയ്ക്ക് അദ്ദേഹം ഭരണഘടനയോട് കൂറ് പുലർത്തേണ്ട ആളാണല്ലോ, അത് പൂർണ്ണമായി ലംഘിച്ചുകൊണ്ടാണ് അവിടെയുള്ള അക്രമത്തിന് അദ്ദേഹം നേതൃത്വം കൊടുത്തുള്ളത്. അപ്പോൾ അത് അദ്ദേഹത്തിന് ഈ വന്യജീവി സ്നേഹം ഒന്നുമല്ല. ഇതാണ് പ്രധാനപ്പെട്ട കാര്യം. പിന്നീട് അദ്ദേഹത്തിന് അവിടെ നിലമ്പൂരിലുള്ള സ്വാധീനത്തെക്കുറിച്ച് പറഞ്ഞു. ആര്യാടനോട് വർഷങ്ങളായിട്ട് ഏറ്റുമുട്ടിയിട്ട് ജയിക്കാൻ പറ്റാതിരുന്ന ആളാണ് അൻവർ. അദ്ദേഹം പിന്നീട് ആര്യാടൻ ഷൗക്കത്ത് മത്സരിക്കുന്ന ഈ അദ്ദേഹത്തെ ഷൗക്കത്തിനെ അവിടെ സ്ഥാനാർത്ഥിയാക്കിയപ്പോൾ എതിർപ്പുണ്ടായിരുന്ന മറ്റു പല ആളുകളുണ്ടായിരുന്നു. ആര്യാടനെ പോലെ ഷൗക്കത്തിന് അത്ര പിടിച്ചു നിൽക്കാൻ പറ്റാത്ത ഒരിതുണ്ടായിരുന്നു. ആ സമയത്ത് കോൺഗ്രസ്സിനകത്തുള്ള ഈ ഷൗക്കത്തിനെ സ്ഥാനാർത്ഥിയാക്കിയതിൽ എതിർപ്പുള്ള പല ആളുകളുടെയും പിന്തുണയും അതോടൊപ്പം തന്നെ ഈ LDFിൻ്റെ പിന്തുണയും കൊണ്ടാണ് അവിടെ അൻവർ ആദ്യം ജയിക്കുന്നത്. രണ്ടാമത് പ്രകാശിനോട് മത്സരിച്ചപ്പോൾ അദ്ദേഹത്തിന് എത്ര വോട്ടിൻ്റെ കുറവുണ്ടായി? വളരെ നാമമാത്രമായ വോട്ടിൻ്റെ ഇതിനെല്ലാം അദ്ദേഹം ജയിച്ചു പോകുന്നത്. അപ്പോൾ അവിടെ അദ്ദേഹത്തിന് വലിയ സ്വാധീനമുണ്ട് എന്ന് പറയുന്നതിൽ ഒരു ഇതുമില്ല. കാരണം ഇപ്പം നേരത്തെ അരുൺകുമാർ പറഞ്ഞ പോലെ എൻ്റെ കൂടെ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് പാർട്ടി പ്രവർത്തകരുണ്ടാവുമെന്ന് പറഞ്ഞു. ഒരു സുഖമില്ലാതെ വേറൊരാളും പോയതായിട്ട് നമ്മൾ കണ്ടില്ലല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും അൻവറിന് വേണ്ടത് അദ്ദേഹത്തിന് ഏതാണ്ട് എനിക്ക് തോന്നുന്നത് നമ്മളെല്ലാവരും വാർത്തകളിലൊക്കെ വരുന്ന പോലെ അദ്ദേഹത്തിന് ചില ഓഫർ കിട്ടിയിട്ടുണ്ടാകാം. ആ ഓഫർ വെച്ചുകൊണ്ടാണ് അദ്ദേഹം ഇനി ഇവിടെ കളിക്കാൻ പോകുന്നത്. അദ്ദേഹത്തിന് ഇനി അതുകൊണ്ട് ഇവിടെ MLA സ്ഥാനമൊക്കെ രാജിവെച്ചിട്ട് നിന്നാലും അദ്ദേഹത്തിന് കുഴപ്പമൊന്നുമില്ല. നല്ല കച്ചവടക്കാരനാണ് അൻവർ. അതുകൊണ്ട് ആ കച്ചവടമാണ് അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഞാനിതാ ഒരു ജീവിച്ചിരിക്കുന്ന രക്തസാക്ഷിയാണ് എന്നൊക്കെ ആളുകളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയുള്ള ചില കളികളാണ്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇത് കോൺഗ്രസ്സിന് ഗുണം ചെയ്യുമോ എന്നുള്ളത്, തൃണമൂൽ കോൺഗ്രസിൻ്റെ നേതാവായിട്ടുള്ള ഇദ്ദേഹം ഇപ്പോൾ ദീദി എന്ന് വിളിക്കുന്ന മമതാ ബാനർജി, അവർ 3 ആഴ്ച മുമ്പാണ് പറഞ്ഞ് ഈ ഇന്ത്യ സഖ്യത്തിൻ്റെ നേതൃത്വം ഏറ്റെടുക്കാൻ ഞാൻ തയ്യാറാണെന്ന്. ശരത് പവാർ അതിനെ അനുകൂലിച്ചു, ലല്ലു പ്രസാദ് യാദവ് അനുകൂലിച്ചു. അപ്പോൾ സ്വാഭാവികമായിട്ടും കോൺഗ്രസിനെ മാറ്റിയിട്ട് ഇന്ത്യ സഖ്യത്തിൻ്റെ നേതൃത്വത്തിലേക്ക് വരാൻ പോകുന്ന ഒരു പാർട്ടിയുടെ നേതാവിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ആ പാർട്ടിക്ക് വേണ്ടിയിട്ട് ഇവിടെ പച്ചപ്പരവതാനി വിരിക്കാൻ കോൺഗ്രസ്സുകാർ ശ്രമിച്ചാൽ ഇപ്പോൾ മുല്ലപ്പള്ളി പ്രതികരിച്ചു കഴിഞ്ഞു, അപകടമാണ് എന്ന്. യഥാർത്ഥ കോൺഗ്രസ്സുകാർ മാറി ചിന്തിക്കണം. മുല്ലപ്പള്ളി പറഞ്ഞ പോലെ ഇത് കുറേ തരത്തിൽ കോൺഗ്രസ്സുകാർ ചിന്തിക്കും. കാരണം ഇത് ഈ അൻവറിനെ കൂട്ടിയത് കൊണ്ട് പ്രത്യേകമായ എന്തെങ്കിലും നേട്ടമുണ്ടാക്കാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അൻവർ പല സ്ഥലത്തും മുട്ടി നോക്കിയല്ലോ. അദ്ദേഹം BJPയിലേക്ക് പോലും പോകാൻ തയ്യാറാവും. ആ തയ്യാറാവുന്നത് അദ്ദേഹത്തിൻ്റെ കാര്യം വെച്ചാൽ അദ്ദേഹത്തിന് നിലനിൽക്കണം. കുറേ മുമ്പ് അദ്ദേഹം ചെയ്തൊരു കാര്യം 2021, അതുകൂടി ഞാൻ പറയാം. 2021 അദ്ദേഹം ഈ ആഫ്രിക്കയിൽ പോയല്ലോ. അവിടെ പോയിട്ട് 3 മാസം ഇദ്ദേഹം ഭൂമിയിലാണോ ആകാശത്താണോ എന്ന് അറിയാത്ത രൂപത്തിലായിരുന്നു. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം തിരിച്ചു വന്നപ്പോൾ പറഞ്ഞത് എന്താണ്? ഞാൻ 20,000 കോടി രൂപയുടെ ഒരു സ്വർണം കുഴിച്ചെടുക്കുന്ന പരിപാടി തുടങ്ങാൻ പോവുകയാണ്. അവിടെ 6,000 പേർക്ക് തൊഴിൽ കിട്ടുമെന്ന് പറഞ്ഞു. 2021 കഴിഞ്ഞിട്ട് 22, 23, 24, ഇപ്പോൾ 25 ആയില്ലേ? എത്ര പേർക്ക് അൻവർ പണിയെടുത്തു? അൻവർ ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ പറയും. അൻവർ പറഞ്ഞത് കൃത്യമായിട്ട് നമ്മൾ ഡേറ്റ് വൈസ് വെച്ച് നോക്കിയാൽ അദ്ദേഹം കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് ഒരു മനുഷ്യന് വേണ്ടതാണ്. ആ കൺസിസ്റ്റൻസി, ഒരു സ്ഥിരമായിട്ടുള്ള വാക്കിന് സ്ഥിരത എന്ന് പറയുന്നത് അതില്ലാത്ത ഒരാളാണ്. ഇന്ന് അദ്ദേഹം സതീശനെ ഒക്കെ പ്രകീർത്തിച്ച് പറയുമ്പോൾ ഇതേ സതീശനാണ് അവിടെ പൂരം കലക്കിയതെന്ന് അദ്ദേഹം പറഞ്ഞിട്ട് 3 മാസം തികയുന്നില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും പറയുന്ന വാക്ക് കൃത്യമായിട്ട് മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ അൻവറിന് കഴിയുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. ഇത് ബാധ്യതയാകുമെന്ന് നേരത്തെ സണ്ണിക്കുട്ടി പറഞ്ഞ പോലെ ഇത് ബാധ്യതയാകാനാണ് സാധ്യത UDF. ശരി, ഒരൊറ്റ മിനിറ്റ് ഇടവേള കൂടി. മടങ്ങിത്താം ചർച്ചയിലേക്ക്. അരുൺകുമാർ, ഇതിപ്പോൾ നേരത്തെ PV അൻവർ ഉന്നയിച്ച വിഷയങ്ങൾ അത് വ്യാപകമായി പിന്തുണ നേടിക്കൊടുത്തിരുന്നു, അല്ലെങ്കിൽ അദ്ദേഹം പറഞ്ഞതിൽ എന്തൊക്കെയോ ഗൗരവപ്പെട്ട കാര്യങ്ങളുണ്ട് എന്നൊരു തോന്നൽ ഉണ്ടാക്കിയിരുന്നു. ഇന്നിപ്പോൾ PV അൻവർ പ്രതികരിക്കുമ്പോൾ അദ്ദേഹത്തെ വിശ്വസിക്കാൻ പറ്റാത്തൊരു രാഷ്ട്രീയ നേതാവ് എന്ന് കരുതുകയും അവിടെ CPM-നെതിരായി തന്നെ വിമർശിച്ചിരുന്നവർ പോലും PV അൻവർ ഇപ്പോൾ അത്ര
UDF-മായി എടുക്കാനുള്ള സാധ്യതയില്ല, PV അരുണിന് ഇനി ഇവിടെ ഒരു രാഷ്ട്രീയ ഭാവിയില്ല എന്ന രൂപത്തിൽ പ്രതികരിക്കുകയും ചെയ്യുന്ന കാണുമ്പോൾ CPM-ന് എന്താണ് തോന്നുന്നത്? ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രാധാന്യവും ഇതിന് കൊടുക്കുന്നില്ല. കാരണം കേരളത്തിലെ പ്രധാനപ്പെട്ട ഇടതുപക്ഷ നേതാക്കന്മാരെല്ലാം പ്രതികരിച്ച അതേ രൂപത്തിൽ തന്നെയാണ്. ഇപ്പോൾ വയനാട് ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഡിസംബർ 28-ാം തീയതിയാണ് ഹൈക്കോടതിയിൽ നിന്ന് ആ ഏറ്റെടുക്കുന്ന ഭൂമിയുമായി ബന്ധപ്പെട്ടുള്ള തർക്കം ഒഴിവാക്കിക്കൊണ്ടുള്ള വിധി വന്നത്. 3 ദിവസത്തിനുള്ളിൽ തന്നെ ഓൾ പാർട്ടി മീറ്റിംഗ് വിളിച്ച് അതിൽ നിക്ഷേപിക്കാൻ താല്പര്യം അറിയിച്ചവരുടെ യോഗം വിളിച്ച് അവിടെ ഭൂമി ഏറ്റെടുത്ത് വളരെ സ്പീഡിൽ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. അതുപോലെ തന്നെ ഇപ്പോൾ വാളയാർ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് CBI എൻക്വയറി വന്നത് നമുക്കറിയാം. വലിയ തരത്തിൽ ഈ ഗവൺമെന്റിനെയും പോലീസിനെയും ആക്രമിച്ചുകൊണ്ടിരുന്ന ഒരു കേസായിരുന്നു. ഇപ്പോൾ അതിലെ പ്രതിയാക്കപ്പെട്ട അമ്മ പറയുകയാണ് കേരള പോലീസാണ് മെച്ചം എന്ന് പറയുന്ന സാഹചര്യം ഉണ്ടായി. കരുവന്നൂരുമായി ബന്ധപ്പെട്ടുകൊണ്ട് അരവിന്ദാക്ഷൻ ഒരു കേസിലും പ്രതിയല്ല, ഒരു തെളിവില്ലെന്നും പറഞ്ഞ് CBI തന്നെ ഹൈക്കോടതി തന്നെ ജാമ്യം കൊടുത്ത സാഹചര്യം. അടുത്ത കാലത്ത് ഇവിടെ ചർച്ച ചെയ്യപ്പെട്ട വിഷയങ്ങളിലെല്ലാം വലിയ തരത്തിൽ ഇടതുപക്ഷം പറഞ്ഞത് ശരിവെക്കുന്ന ഒരു ശരി. അങ്ങനെയെങ്കിൽ നേരത്തെ ശ്രീ സണ്ണിക്കുട്ടി ചോദിച്ച ചോദ്യത്തിന് കൂടി ഒരു വരിയിൽ മറുപടി പറയാമോ? ഈ കക്കാടംപൊയിൽ അഴിമതി അടക്കം PV അൻവറിനെതിരെ ഉയർന്നിരുന്ന ആരോപണങ്ങളിൽ ഇപ്പോൾ CPM നിലപാട് എന്താണ്? അല്ല, അന്ന് CPM-ന്റെ നിലപാടിൽ ഒരു മാറ്റമില്ല. CPM അന്ന് പറഞ്ഞു ആഫ്രിക്കയിൽ അദ്ദേഹം ജോലിയുടെ സാധ്യത തേടി പോയപ്പോൾ തുടർച്ചയായി നിയമസഭയിൽ വരാത്തത് ഒരു നിയമസഭാ സാമാജികൻ എന്ന രൂപത്തിൽ ഭൂഷണമല്ല, അതുകൊണ്ട് നിയമസഭയിൽ ഹാജരാകണം എന്ന് തന്നെയാണ്. അതുപോലെ തന്നെ മണ്ഡലത്തിലെ ജനങ്ങൾക്ക് കിട്ടേണ്ട സേവനങ്ങൾ ഉറപ്പുവരുത്തണം എന്ന് തന്നെയാണ് CPM പ്രത്യേകിച്ച് മുഖ്യമന്ത്രി നിലപാട് സ്വീകരിച്ചത്. അതുപോലെ തടയണയുമായി ബന്ധപ്പെട്ടുകൊണ്ടെല്ലാം നിയമവിരുദ്ധതയുണ്ടോ എന്ന് കൃത്യമായി പരിശോധിക്കുകയും കോടതിയിലടക്കം ഗവൺമെന്റിന്റെ നിലപാട് വ്യക്തമാക്കുകയും ചെയ്താണ്. അന്നെല്ലാം ശരി, ഇന്ന് തെറ്റ് എന്ന് പറയുന്ന നിലപാടല്ല. ശരിയായ നിലപാട് ശരിയായ സമയത്ത് എടുക്കും. ഇപ്പൊ പണ്ട് ഇവിടെ 2020 ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം ഉണ്ടാക്കി. അന്ന് ആം ആദ്മി പാർട്ടിയുടെ നേതാവ് അരവിന്ദ് കെജ്രിവാളെ എറണാകുളത്ത് കിഴക്കമ്പലത്ത് കൊണ്ടുവന്ന് പ്രസംഗിച്ചിട്ട് പറഞ്ഞു ആം ആദ്മി പാർട്ടി കേരളം പിടിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞു. ഇപ്പോഴും മമതാ ബാനർജി വരാൻ പോകുന്നു, വലിയ കോർഡിനേഷൻ വരാൻ പോകുന്നു എന്ന രൂപത്തിൽ തന്നെയാണ്. കേരളത്തിലെ ജനതയ്ക്ക് കൃത്യമായി ശരിയും തെറ്റുമെല്ലാം തിരിച്ചറിയാൻ കഴിയും. രാഷ്ട്രീയ ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പോരാട്ടം നന്നായി തിരിച്ചറിയാൻ കഴിയും. ലീഗിന്റെ വിലയിരുത്തൽ എന്താണ്? ഇപ്പോൾ അൻവറിനെ കൊണ്ട് UDF-ന് ഗുണമില്ല എന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. അതിൽ CPM-ന്റെ അഭിപ്രായത്തോട് യോജിക്കുന്ന രൂപത്തിലേക്ക് CPM-നെ എപ്പോഴും വിമർശിക്കുന്നവർ പോലും എത്തുകയാണ്. അല്ല, ഞങ്ങൾക്ക് ഗുണമോ ദോഷമോ എന്ന് പരിശോധിച്ച് തീരുമാനം എടുക്കാനുള്ള പ്രാപ്തി ഞങ്ങൾക്കുണ്ടല്ലോ. അത് നന്നായി ആറ്റിക്കുറുക്കിയേ ഞങ്ങൾ ഈ വിഷയത്തിൽ തീരുമാനം എടുക്കുള്ളൂ. സ്മൃതി, പിന്നെ ഇവിടെ ഈ നിരീക്ഷകർ പറഞ്ഞൊരു കാര്യം, നമ്മള് സജീവൻ സാറേ, അൻവർ അങ്ങനെ ഒരു പാർട്ടി തേടി പോകുന്നതിൽ നമ്മൾ എങ്ങനെ കുറ്റം പറയാം? TP ചന്ദ്രശേഖരന്റെ അനുഭവം നമുക്ക് ഓർമ്മയില്ലേ? വെട്ടി നുറുക്കി കൊന്നില്ലേ ആ മനുഷ്യനെ? ജീവിച്ചിരിക്കണമെന്നും രാഷ്ട്രീയമായ അതിജീവനം വേണമെന്നും ആഗ്രഹിക്കാൻ അൻവറിന് അവകാശമില്ലേ? പിന്നെ ഇവിടെ എല്ലാം ഭദ്രാണ്. നിലമ്പൂർ തെരഞ്ഞെടുപ്പ് ഇങ്ങോട്ട് വന്നാൽ മതിയാണെന്നാണല്ലോ CPM-ന്റെ പറഞ്ഞത്. 2 വാർത്ത എന്ന് റിപ്പോർട്ടർ ബ്രേക്ക് ചെയ്ത് ഞാൻ പറയാം സ്മൃതി. നിർഭയ ഹോമിൽ താമസിക്കുന്ന അഗതികളായിട്ടുള്ള പെൺകുട്ടികൾ, പോക്സോ കേസിലെ ഇരകൾ, ആ ഇരകൾക്ക് 4 മാസമായി അരുൺകുമാർ നമ്മൾ അലവൻസ് കൊടുത്തിട്ട് ആയമാർക്ക് ശമ്പളമില്ല. ആ പാവപ്പെട്ട പെൺകുട്ടികൾ പട്ടിണി കിടക്കുക. ഈ കേരളത്തില് മോട്ടോർ വാഹന വകുപ്പ് ഡീസൽ അടിക്കാൻ പൈസ ഇല്ല. വാഹന പരിശോധനയ്ക്ക് ഇങ്ങോട്ട് പറഞ്ഞു തുടങ്ങിയ സമയം ഉണ്ടെങ്കിൽ എത്രയും പറയാം. നിലമ്പൂർ തെരഞ്ഞെടുപ്പിങ് വന്നോട്ടെ, നമുക്ക് കാണാം കേരളത്തിലെ. പിന്നെ ഇതൊന്നും നിങ്ങൾ ഗൗരവത്തിൽ പരിശോധിക്കരുത് കേട്ടോ. മമതാ ബാനർജിയെ നിങ്ങൾ പുല്ലുപോലെ കാണണം. മമതാ ബാനർജിയെ പുല്ലുപോലെ കാണണം. 97-ൽ അവരുടെ പാർട്ടി ബംഗാളിൽ പ്രവർത്തനം ആരംഭിക്കുമ്പോൾ നിങ്ങൾ അവിടെ ഭരിക്കായിരുന്നു. അവർ 24 വർഷം ഭരിച്ചപ്പോൾ ആ ബംഗാളിൽ ഇപ്പോ നിങ്ങൾ വട്ടപൂജയാണ്. അതുകൊണ്ട് മമതാ ബാനർജിയെ നിങ്ങൾ ഇനിയും പുല്ലുപോലെ തന്നെ. ശരി, വളരെ നന്ദി. സമയം കഴിയുന്നതുകൊണ്ടാണ്. വളരെ നന്ദി. ചർച്ചയിൽ തുടക്കത്തിലെത്തിയ ശ്രീ PV അൻവർ, അഡ്വക്കേറ്റ് KS അരുൺകുമാർ, അഡ്വക്കേറ്റ് ഷിബു മീരാൻ, സണ്ണിക്കുട്ടി എബ്രഹാം, S സജീവൻ. ഇനി മീറ്റ് ദ എഡിറ്റേഴ്സ്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.